ഇത്രയും ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ നോർത്തേൺ മൗണ്ടൻസ് തന്നെ സിവിൽ സർവീസ് എക്സാംസിന്റെ പ്രിലിംസിനൊക്കെ നടന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ പഠിച്ച കാശ്മീർ ഹിമാലയത്തിൽ ഇവർ ഉണ്ടായിരുന്നെങ്കിലും അവർ അത്രയും പ്രോമിനന്റ് ആയി വന്നിട്ടില്ല അവിടെ ശിവാലിക്സ് ഒക്കെ അങ്ങോട്ട് ഡെവലപ്പ്. ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമുക്കറിയാം ധാരാളം ഡിഗ്രി തലത്തിൽ നടക്കുന്ന പരീക്ഷകൾ ഈ വർഷം നടക്കാനുണ്ട്. LSC സെക്രട്ടറി പോലെയുള്ള പരീക്ഷകൾ അതിന് കൃത്യമായിട്ടുള്ള സിലബസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രിലിംസിന് 5 മാർക്കാണ് ജോഗ്രഫി എന്ന് വരുന്നത്. ഇനി LSC സെക്രട്ടറിയുടെ മെയിൻസിൽ ഫസ്റ്റ് പേപ്പറിന് ജോഗ്രഫിക്ക് 10 മാർക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ് ജോഗ്രഫി. ജോഗ്രഫിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ +1 +2 ബുക്കുകൾ, നമ്മുടെ ഹയർ സെക്കൻഡറി ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യകതയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്ന പരീക്ഷകളിൽ, അതായത് കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നടന്ന പരീക്ഷകളിൽ, പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലെ മെയിൻസ് എക്സാംസിന് പാറ്റേൺ ചേഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതാ. നമ്മുടെ ഹയർ സെക്കൻഡറി ബുക്കും ഇനി അതിനപ്പുറത്തേക്ക് ചില സിവിൽ സർവീസ് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ബുക്കുകളുണ്ടല്ലോ, സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്നവർ പഠിക്കുന്ന ചില ബുക്കുകൾ, അങ്ങനെയുള്ള ചില ബുക്കുകൾ കൂടിയൊക്കെ നമുക്ക് ഈ ജോഗ്രഫിക്ക് വായിക്കേണ്ടതുണ്ട്. കാരണം ഹയർ സെക്കൻഡറി ടെക്സ്റ്റിനും പുറത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സിവിൽ സർവീസ് എക്സാംസിന്റെ പ്രിലിംസിനൊക്കെ നടന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ ഡിഗ്രി തലത്തിൽ പരീക്ഷകൾക്ക് മെയിൻസിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ ടോപ്പിക്ക്, +1 ഒരു ചെറിയ ടോപ്പിക് നിങ്ങളെ പഠിപ്പിക്കുവാണ്. +1 പുസ്തകത്തിൽ നമുക്ക് ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയും റിവേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. +1 ടെക്സ്റ്റിൽ ഏകദേശം ഇന്ത്യൻ ജോഗ്രഫിയിൽ 7 പാഠങ്ങളുള്ളത്. അതിൽ 6 പാഠങ്ങൾ, ആദ്യത്തെ 6 പാഠങ്ങളും പക്ക നമ്മുടെ സിലബസ് ആണ്. അതിൽ ഒന്നാമത്തെ പാഠം ഇന്ത്യയുടെ ലൊക്കേഷൻ എന്നറിയപ്പെടുന്ന ഒരു പാഠമാണ്. ലൊക്കേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പാഠം വളരെ ബേസ് ആയിട്ടുള്ള ഒരു പാഠമാണ്. നമ്മൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ LDC പോലെയുള്ള പരീക്ഷകൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ഒന്നാമത്തെ പാഠത്തിൽ വരുന്നത്. രണ്ടാമത്തെ പാഠത്തിലാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഫിസിയോഗ്രഫി വരുന്നത്. ഈ ഫിസിയോഗ്രഫിയിലെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്ത് തരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോർത്തേൺ മൗണ്ടൻസ് ആണ്. ഇത്രയും ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ നോർത്തേൺ മൗണ്ടൻസ് തന്നെ NCERT ബുക്കിൽ നിന്ന് ആദ്യത്തെ ക്ലാസ് തന്നെ കവർ ചെയ്ത് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള SCRT പാഠഭാഗങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടൻസ് ഇല്ലേ, അതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് നോർത്തേൺ മൗണ്ടൻസിന്റെ +1 ബുക്കിനകത്തുള്ള കണ്ടൻസ്. ബാക്കി വരുന്ന ഉത്തര മഹാസമുദ്രവും നോർത്തേൺ പ്ലെയിൻസും പെനിൻസുലാർ പ്ലേറ്റും അതുപോലെ തന്നെ കോസ്റ്റൽ പ്ലെയിൻസും ഐലൻഡ്സും എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് +1 ബുക്കിലും. കുറച്ചും കൂടെ കണ്ടൻസിന്റെ എണ്ണം കൂട്ടിയിട്ട്, പോയിന്റ്സിന്റെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് തരുന്നത്. എന്നാൽ ഈ നോർത്തേൺ മൗണ്ടൻസ് നമ്മൾ 5 മുതൽ 10 വരെയുള്ള SCRT ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു പോയിന്റ്സും അല്ല നമ്മൾ ഈ പറഞ്ഞ +1 ബുക്കിൽ കാണുന്നത്. +1 ബുക്കിൽ അത് കുറച്ചും കൂടെ വൈഡായിട്ട് അതിന്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ഹിമാലയത്തിന്റെ നോർത്തേൺ മൗണ്ടൻസിന്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻസ് ആണ് +1 ബുക്കിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു പാഠഭാഗം നമ്മുടെ രണ്ടാമത്തെ പാഠമാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതിലെ നോർത്തേൺ മൗണ്ടൻസ് മുഴുവൻ +1-നകത്തുള്ള എല്ലാ പോയിന്റും ഒന്നുപോലും വിട്ടുപോകാതെ നമ്മൾ ഇഴകീറി പരിശോധിച്ച് ഇവിടെ പഠിച്ചു തീർക്കും. ഇതേപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ കണ്ടിട്ടില്ലാത്ത നമ്മുടെ കണ്ടൻസ്, നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സിലബസുമായി ബന്ധപ്പെട്ട കണ്ടൻസ് NCERT +1-ലോ +2-ലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും ഇതേപോലെ. അപ്പോൾ നോർത്തേൺ മൗണ്ടൻസ് നമുക്ക് നോക്കാം. ഞാനൊരു 3 ചോദ്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ശരിയായ ചേരുംപടികൾ കണ്ടെത്തുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾ തന്നെ പറയും. ജസ്റ്റ് ഇപ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മാത്രം മതി കേട്ടോ. ബെനിഹൽ, പീർ പാഞ്ചാൽ, സോജില, ഗ്രേറ്റ് ഹിമാലയ, ഫോർട്ടുല, സസ്കർ നിര, ഖർദുംഗ്ല, ലഡാക്ക് നിര. ശരിയായ ചേരുംപടി കണ്ടെത്തുക എന്നാണ്. A 1, 2, B 1, 2, 3 ശരി, C 1, 3 ശരി, D 1, 2, 3, 4 ശരി. ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് കണ്ടുകൊള്ളുക. ആൻസർ മനസ്സിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിന് അവസാനം കിട്ടും. ആൻസർ കിട്ടിയവരെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. രണ്ടാമതൊരു ചോദ്യം, ജുമ്മിങ് കൃഷി പിന്തുടരുന്ന ഹിമാലയ വിഭാഗം ഏത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, സിക്കിം ഡാർജിലിംഗ് ഹിമാലയം, അരുണാചൽ ഹിമാലയം. ഏതാണ് ജുമ്മിങ് കൃഷി പിന്തുടരുന്ന ഹിമാലയ വിഭാഗം? ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുകൊള്ളുക. മൂന്നാമത്തെ ചോദ്യം ട്രഷറി ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ചാണ്. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കസ്ട്രൈൻ ഡെപ്പോസിറ്റ്സ് ഏതാണ്? കരേവ, ടെറായി, ഭംഗർ, ഖാദർ. നാലാമതായി താഴെ തന്നിരിക്കുന്ന കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏതാണ് ശരി? കരേവാസ് കാണപ്പെടുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടുകൊള്ളുക. കരേവാസ് കാണപ്പെടുന്നത് കാശ്മീരിലും വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലുമാണ്.
ഇനി കരവാസ് കാണപ്പെടുന്നത് ഡാർജിലിംഗിലും സിക്കിം ഹിമാലയത്തിലുമാണ്. എന്നിട്ട് ഓപ്ഷൻ ABCD കൊടുത്തിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ എല്ലാ ആൻസർ നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. റീജിയണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയാസ് 5 മുതൽ 10 വരെയുള്ള SCRT പാഠഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനില്ല. +1 മാത്രമായിട്ട് ട്രാൻസ് ഹിമാലയം നോർത്തേൺ മൗണ്ടൻസിനെ പറ്റി +1 മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ് റീജിയണൽ ക്ലാസിഫിക്കേഷൻ. 5 മുതൽ 10 വരെ നമ്മൾ ട്രാൻസ് ഹിമാലയവും പൂർവാഞ്ചലും ഒക്കെ പരിചയപ്പെടുന്നുണ്ട്. നോർത്തേൺ മൗണ്ടൻസിലെ വിവിധ റേഞ്ചസ് ആണല്ലോ ട്രാൻസ് ഹിമാലയം, ഹിമാലയാസ്, പൂർവാഞ്ചലൊക്കെ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ റേഞ്ചസ് ഉണ്ട്. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നീ റേഞ്ചസ് ഉണ്ട്. പൂർവാഞ്ചലിൽ പത്കായ്, നാഗ, മീസോ, ഖാസിഗാര, ജയന്തിയ തുടങ്ങിയ റേഞ്ചസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്, റീജിയണൽ ക്ലാസിഫിക്കേഷൻ. ഇന്ത്യക്കകത്തുള്ള ഹിമാലയൻ പോർഷൻ ഉണ്ടല്ലോ, ഇന്ത്യക്കകത്തുള്ള നോർത്തേൺ മൗണ്ടൻസിന്റെ പോർഷൻ, പ്രത്യേകിച്ച് ഹിമാലയ എന്നറിയപ്പെടുന്ന റേഞ്ചസിന്റെ പോർഷൻ, അതിനെ നമ്മൾ ഒരു റീജിയൺ വൈസ് ഒന്ന് തരം തിരിച്ചിട്ട് ആ ഹിമാലയത്തിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കുന്നത്. ആദ്യമായിട്ട് റീജിയണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ റീജിയണൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഹിമാലയത്തെ എത്രയായി തരംതിരിക്കുന്നു എന്ന ചോദ്യമാണ് ആദ്യമായിട്ട് വരുന്നത്. റീജിയണൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഹിമാലയത്തെ 5ആയി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഹിമാലയത്തെ വിളിക്കുന്ന പേരുകൾ നോക്കാം. ഒന്ന് കാശ്മീർ ഹിമാലയാസ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്. കാശ്മീർ ഹിമാലയാസ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്. രണ്ടാമത്തത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. മൂന്നാമത്തത് സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്. സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്. നാലാമതായി അരുണാചൽ ഹിമാലയാസ്. അഞ്ചാമതായി ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ്. അപ്പൊ 5 പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് നമ്മൾ ഹിമാലയത്തെ തരംതിരിക്കുന്നു റീജിയണലി. ഏതൊക്കെയാണ്? കാശ്മീർ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്, രണ്ടാമതായിട്ട് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്, മൂന്നാമതായി സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്, നാലാമതായി അരുണാചൽ ഹിമാലയാസ്, അഞ്ചാമതായി ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ്. നമുക്ക് നോക്കാം. നമ്മൾ ഹിമാലയത്തെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് മൗണ്ടൻസിനെ പറ്റി പഠിക്കുമ്പോൾ അത് 3 പ്രധാനപ്പെട്ട ഡിവിഷൻസ് ആയിട്ട് പറയാറുണ്ട് അല്ലേ. ഒന്നാമത്തെ അതിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയാസ് ആണ്. ഈ കാണുന്നതാണ് ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയസിലെ ആദ്യത്തെ റേഞ്ച് കാരക്കോറം, രണ്ടാമതായിട്ട് ലഡാക്ക്, മൂന്നാമതായിട്ട് സസ്കർ. 3 റേഞ്ചസ് വരുന്നു. പിന്നെ വരുന്നത് അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ഹിമാലയാസ് എന്ന ഡിവിഷനാണ്. ഹിമാലയാസിൽ ആദ്യമായി വരുന്നത്, ഇത് നോക്കുക, ഏറ്റവും നോർത്തിലുള്ളത് കാരക്കോറം റേഞ്ചസ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഹിമാദ്രി റേഞ്ച്. ഒന്നാമത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഹിമാദ്രി റേഞ്ച്. ഹിമാലയത്തിൽ വരുന്നത് ഒന്നാമത്തത് ഹിമാദ്രി, രണ്ടാമതായി അതിന് തൊട്ട് താഴെ വരുന്നത് ഹിമാചൽ എന്നറിയപ്പെടുന്ന റേഞ്ച്. ആദ്യം ഹിമാദ്രി, രണ്ടാമത്തത് ഹിമാചൽ, മൂന്നാമതായിട്ട് വരുന്ന റേഞ്ച് ഷിവാലിക്സ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തെ ഏറ്റവും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയരം കുറഞ്ഞ, ഹൈറ്റ് കുറഞ്ഞ റേഞ്ചസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ. സോ ഈ 3 റേഞ്ചസ് ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിമാലയാസ്. ആദ്യത്തെ 3 റേഞ്ചസ് ട്രാൻസ് ഹിമാലയാസ്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റിലായിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന റേഞ്ചസ് ഉണ്ടല്ലോ, അവയാണ് നമ്മുടെ പൂർവാചൽ എന്നറിയപ്പെടുന്ന, കിഴക്കൻ കുന്നുകൾ എന്നൊക്കെ വിളിക്കുന്ന, ഈസ്റ്റേൺ ഹിൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന റേഞ്ചസ്. പത്കായ് ഹിൽസ് വരുന്നുണ്ട്, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, ഗാരോ, ഖാസി, ജയന്തിയ തുടങ്ങിയവയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ വരുന്ന പൂർവാചൽ എന്നറിയപ്പെടുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. സോ ഇതാണ് നോർത്തേൺ മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷനിലെ വിവിധങ്ങളായിട്ടുള്ള പർവ്വതനിരകൾ, മൗണ്ടെയ്ൻ റേഞ്ചസ്. റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ട്രാൻസ് ഹിമാലയാസ്, കാരക്കോറം, ലഡാക്ക്, സസ്കർ വരുന്നു. അതിന് താഴെ വരുന്നത് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഹിമാലയാസ്, ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്സ് എന്നറിയപ്പെടുന്ന 3 റേഞ്ചസ്. ഇനി ഏറ്റവും കിഴക്കായിട്ട് വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലായിട്ട് പൂർവാചൽ എന്നറിയപ്പെടുന്ന റേഞ്ചസ്, പത്കായ്, നാഗ, മീസോ, ഖാസി, ഗാരോ, ജയന്തിയ തുടങ്ങിയവ. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോണേ ഈ നോർത്തേൺ മൗണ്ടൻസിനെ പറ്റി പറയണം. ഇറ്റ് കംപ്രൈസ് എ സീരീസ് ഓഫ് റേഞ്ചസ് സച്ച് ആസ് ദ കാരക്കോറം. നോക്ക്, ഏതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റീജിയണൽ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. എന്നിട്ട് നോർത്തേൺ മൗണ്ടൻസിനെ പറ്റി വീണ്ടും പറയുന്നു. ഇറ്റ് കംപ്രൈസ് എ സീരീസ് ഓഫ് റേഞ്ചസ് സച്ച് ആസ് ദ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആൻഡ് പീർപാഞ്ചാൽ. അപ്പോ ആദ്യത്തെ നമ്മളിവിടെ പറയുന്ന ആദ്യം പറയുന്നത് കാശ്മീർ ഹിമാലയസിനെ പറ്റിയാണ്. ഒന്നാമതായിട്ട് പറയുന്നത് കാശ്മീർ ഹിമാലയാസ്. റീജിയണൽ ക്ലാസിഫിക്കേഷനിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത്, കാശ്മീർ ഹിമാലയാസ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്. ഹെഡിങ് ഇതാണ്, കാശ്മീർ ഹിമാലയാസ്. നോക്കാം എന്തൊക്കെയാണ് കാശ്മീർ ഹിമാലയാസിനകത്ത് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. കാശ്മീർ ഹിമാലയാസ്
comprise a series of ranges such as the Karakoram, ലഡാക്ക്, സസ്കർ ആൻഡ് പീർ പാഞ്ചാൽ. കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മലനിരകൾ കണ്ടോ? കാരക്കോറം ഉണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ ഉണ്ട്, പിന്നെ പറയുന്നത് പീർ പാഞ്ചാൽ. എന്താണ് ഈ പീർ പാഞ്ചാൽ നമുക്ക് പരിചയപ്പെടാം. ഇനി അടുത്തത് ലഡാക്ക്, which is called as the cold desert of India, lies between the greater Himalayas and the Karakoram ranges. ഗ്രേറ്റർ ഹിമാലയത്തിനും കാരക്കോറം റേഞ്ചസിനും ഇടയ്ക്കുള്ള ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ലഡാക്ക്. കാശ്മീർ ഹിമാലയത്തിലാണ്. അപ്പോൾ ഈ ലഡാക്ക് എന്ന കോൾഡ് ഡെസേർട്ട് എന്നുള്ള കാര്യം ഓർക്കുക. റീജിയണൽ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ കാശ്മീർ ഹിമാലയസിലാണ് ഇന്ത്യയുടെ ലഡാക്ക് എന്നറിയപ്പെടുന്ന കോൾഡ് ഡെസേർട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ബിറ്റ്വീൻ ദ ഗ്രേറ്റ് ഹിമാലയാസ് ആൻഡ് ദ പീർ പാഞ്ചാൽ റേഞ്ച് ഇറ്റ് ലൈസ് ദ വേൾഡ് ഫേമസ് വാലി ഓഫ് കാശ്മീർ ആൻഡ് ദ ഫേമസ് ദാൽ ലേക്ക്. അപ്പോൾ കാശ്മീർ ഹിമാലയാസ് ഗ്രേറ്റ് ഹിമാലയത്തിനും പീർ പാഞ്ചാലിനും ഇടയിലായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ താഴ്വരയായ വാലി ഓഫ് കാശ്മീറും അതുപോലെ ദാൽ ലേക്കും സ്ഥിതി ചെയ്യുന്നു. സോ കാശ്മീർ ഹിമാലയാസ് എന്നറിയപ്പെടുന്ന ഫസ്റ്റ് ഡിവിഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ലഡാക്ക് എന്നറിയപ്പെടുന്ന ശീത മരുഭൂമി കോൾഡ് ഡെസേർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീർ താഴ്വര വരുന്നത് ഈ പറഞ്ഞ കാശ്മീർ ഹിമാലയ റീജിയനിലാണ്. കാശ്മീർ താഴ്വര, വാലി ഓഫ് കാശ്മീർ. ദാൽ ലേക്ക് അവിടെ വരുന്നുണ്ട്. ഇവിടെ മിസ്സിംഗ് ആയപ്പോൾ മറ്റൊരു ലേക്ക് കൂടി ഉണ്ട്. അത് നേരത്തെ ഇത് കഴിഞ്ഞ് വരുന്നുണ്ട്. അത് ഊളാർ ലേക്കാണ്. നമ്മൾ അതിനെപ്പറ്റി അങ്ങോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഊളാർ ലേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പറയുന്നത്. അപ്പൊ കാശ്മീർ ഹിമാലയ റീജിയനിൽ കാണപ്പെടുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവിടുത്തെ പ്രോമിനന്റ് റേഞ്ചസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിന്നെ പീർ പാഞ്ചാൽ. സസ്കറും ഹിമാദ്രിയും ഒക്കെ വരുന്നുണ്ട്. എന്നാലും പ്രോമിനന്റ് റേഞ്ചസിന്റെ കൂട്ടത്തിനകത്ത് അവിടെ പീർ പാഞ്ചാൽ എടുത്ത് പറയുന്നുണ്ട്. ആ പീർ പാഞ്ചാൽ ആരാന്നൊക്കെ നമ്മൾ പറയും, നോക്കിക്കോണം. ഇമ്പോർട്ടന്റ് ഗ്ലേഷ്യേഴ്സ് നോക്കിക്കേ. ഇമ്പോർട്ടന്റ് ഗ്ലേഷ്യേഴ്സ് ബാൾത്തോറോ ഗ്ലേഷ്യറും സിയാച്ചിൻ ഗ്ലേഷ്യറുമാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ഗ്ലേഷ്യർ എന്നറിയപ്പെടുന്നത്. അതിൽ സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ഹിമാനി എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ഇത് കാരക്കോറ റേഞ്ചസിന്റെ ഭാഗമാണ് ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ കേട്ടോ. പിന്നെ പറഞ്ഞു ബാൾത്തോറോ എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്ലേഷ്യറും കൂടി ഈ ഭാഗത്ത് കാണപ്പെടുന്നു. ദ കാശ്മീർ ഹിമാലയാസ് ആർ ഫേമസ് ഫോർ കരേവ ഫോർമേഷൻ. നമ്മുടെ ചോദ്യം, നമ്മൾ ആദ്യം ഒരു 3-4 ചോദ്യം കാണിച്ചതിന് ഒന്നാമത്തെ ചോദ്യം കണ്ടോ? ദ കാശ്മീർ ഹിമാലയാസ് ആർ ഫേമസ് ഫോർ Kareva formations which are useful for the cultivation of saffron, a local variety of saffron. കുങ്കുമത്തിന്റെ ഒരു ലോക്കൽ വെറൈറ്റി ആയ കുങ്കുമപ്പൂവിന്റെ ഒരു ലോക്കൽ വെറൈറ്റിയാണ് സാഫ്രൺ എന്നറിയപ്പെടുന്നത്. അത് ഈ കാശ്മീർ ഹിമാലയാസിൽ കാണപ്പെടുന്നു. സാഫ്രൺ എവിടെ കാണപ്പെടുന്നു? കാശ്മീർ ഹിമാലയാസിൽ കാണപ്പെടുന്നു. ഇമ്പോർട്ടന്റ് പാസസ് ഓഫ് ദിസ് റീജിയൻ. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട പാസസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ആ ചോദ്യത്തിന്, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. സോജില on the Great Himalayas, Benihal on the Pir Panjal, Fortula on the Saskar range, Khardungla on the Ladakh range. കാശ്മീർ ഹിമാലയാസിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ പറ്റി പറയുവാണ്. ഒന്ന് സോജില പഠിച്ചോണം. സോജില ചുരം കണക്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനഗർ ടു കാർഗിൽ, അത് ഗ്രേറ്റ് ഹിമാലയാസിലാണ്. 2 ബെനിഹൽ എന്ന് പറയുന്ന ചുരം, അത് പീർ പാഞ്ചലാണ്. ബെനിഹൽ കണക്ട് ചെയ്യുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയാണ്. ഇനി ഫോർട്ടുല എന്നറിയപ്പെടുന്ന ഒരു പാസ്, ഫോർട്ടുല കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ കാർഗിലിൽ നിന്ന് ലേയിലേക്കുള്ള കണക്ഷനാണ്, അല്ലെങ്കിൽ ആ ഒരു കാർഗിലിൽ നിന്ന് ലേയിലേക്കുള്ള ഒരു റൂട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഗതാഗത മേഖലയിലെ പ്രധാനപ്പെട്ട ചുരമാണ് ഫോർട്ടുല. അവസാനമായിട്ട് ഖർദുംഗ്ല, ലേയിൽ നിന്ന് സിയാച്ചിനിലേക്കുള്ള ഒരു കണക്ടിവിറ്റിയാണ് ആര് തരുന്നത്? ഖർദുംഗ്ല തരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കാശ്മീർ ഹിമാലയസിന്റെ പ്രത്യേകതകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാശ്മീർ ഹിമാലയാസ്, അവിടുത്തെ പ്രോമിനന്റ് റേഞ്ചസ് ഏതൊക്കെയാണ് കാശ്മീർ ഹിമാലയസിൽ വരുന്നത്? പ്രധാനമായിട്ടും വരുന്നത് കാരക്കോറം വരുന്നുണ്ട്, ലഡാക്ക് വരുന്നുണ്ട്, സസ്കർ വരുന്നുണ്ട്. ഇത് കൂടാതെ ഏതെല്ലാം വരുന്നുണ്ട്? ഇത് കൂടാതെ അതിന് താഴെ വരുന്ന ഗ്രേറ്റ് ഹിമാലയം അല്ലെ, അത് കഴിഞ്ഞ് വരുന്നതാണ് ഗ്രേറ്റ് ഹിമാലയം. ഗ്രേറ്റ് ഹിമാലയം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രേറ്റ് ഹിമാലയം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഹിമാദ്രി റേഞ്ചസിനെയാണ് ഗ്രേറ്റ് ഹിമാലയം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഗ്രേറ്റ് ഹിമാലയം കുറച്ചും കൂടെ, ഗ്രേറ്റ് ഹിമാലയം ഇങ്ങോട്ട് താഴെയാണ്, കുറച്ചും കൂടെ താഴെ, ഈ ജമ്മുവിന്റെ ഭാഗത്തോടെ വരുന്നത് ഇങ്ങനെ ഗ്രേറ്റ് ഹിമാലയം. രണ്ടാമതായിട്ട് വരുന്നതാണ് പീർ പാഞ്ചാൽ. നമുക്കറിയാം ഹിമാദ്രിക്ക് താഴെ എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിമാദ്രിക്ക് താഴെയായിട്ട് എന്തുണ്ടെന്നാണ് പഠിച്ചേക്കുന്നത്? ഹിമാചൽ റേഞ്ച് ഉണ്ട്. ജമ്മു കാശ്മീരിലെ ഈ ഹിമാലയൻ റേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീർ പാഞ്ചാൽ. ജമ്മു കാശ്മീരിലെ ഹിമാലയ റേഞ്ച് ആണ് പീർ പാഞ്ചാൽ. അതിന് താഴെ സസ്കർ റേഞ്ച് ഉണ്ട്. നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട റേഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കോറം, 2 ലഡാക്ക്, മൂന്നാമതായിട്ട് സസ്കർ. 3 റേഞ്ചസ് വരുന്നുണ്ട്. അതുകൂടാതെ ആരെല്ലാം വരുന്നുണ്ട്? അതുകൂടാതെ ഗ്രേറ്റ് ഹിമാലയം വരുന്നുണ്ട്, പിന്നെ പീർ പാഞ്ചാൽ വരുന്നുണ്ട്,
മൂന്നാമതായിട്ട് ഇത് വരുന്നുണ്ട്, സസ്കർ റേഞ്ച് വരുന്നുണ്ട്. അതിനകത്ത് പീർ പാഞ്ചാൽ എടുത്ത് പറയുന്നുണ്ട്. പീർ പാഞ്ചാൽ ഈ ഹിമാചൽ റേഞ്ച് ഒന്നുകൂടെ പറയാം, ഹിമാചൽ റേഞ്ച് ജമ്മു കാശ്മീർ അറിയപ്പെടുന്ന പേരാണെന്ത്, പീർ പാഞ്ചാൽ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, സോജില, പിന്നെ പറഞ്ഞു ഫോർട്ടുല, ഖർദുംഗ്ല, അതുപോലെ തന്നെ ഏതാണ് സോജില ചുരം പറഞ്ഞു. പ്രധാനപ്പെട്ട ചുരങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു. ഇനി ഇമ്പോർട്ടന്റ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ദിസ് റീജിയൻ, ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ലേക്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഏത് ഭാഗത്തെയാണ്? ഈ കാശ്മീർ ഹിമാലയൻ റീജിയനിലെ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ലേക്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഏകദേശം ഈ ഭാഗത്തുള്ള ഹിമാലയത്തെയാണ്, എന്നിട്ട് ഈ ഒരു ഭാഗത്തുള്ള ഹിമാലയത്തെയാണ് നമ്മൾ കാശ്മീർ ഹിമാലയം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ഫ്രഷ് വാട്ടർ ലേക്സ് വരുന്നത് ഇവിടെ ജമ്മു കാശ്മീരിലാണ്. വൂളാർ ലേക്ക് 2 വരുന്നു, ഇങ്ങോട്ട് മാറി വരുന്നു ദാൽ എന്നറിയപ്പെടുന്ന ഒരു ലേക്ക് വരുന്നു, വൂളാർ ദാല്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ലവണജല തടാകം സോൾട്ട് വാട്ടർ ലേക്സ് ഏതൊക്കെയാണ് വരുന്നത്? അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പാങ്ങോങ് സോ എന്നറിയപ്പെടുന്ന ഒരു ലേക്ക്, നമ്മുടെ ലഡാക്കിലും അക്സായ് റീജിയൻ, ചൈനീസ് ഒക്കുപൈഡ് കാശ്മീർ റീജിയൻ ആണ്. അക്സായ് അതുപോലെ ചൈന അങ്ങോട്ടൊക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന പാങ്ങോങ് സോ എന്നറിയപ്പെടുന്ന ഒരു ലേക്ക് വരുന്നുണ്ട്. ഇവിടെ ലഡാക്കിന്റെ സദേൺ റീജിയനിൽ വരുന്ന സോ മൊറീറി എന്നൊരു ലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലേക്സ് എന്നറിയപ്പെടുന്നത് ഈ ഭാഗത്തെ. ഒന്ന് ഏതാണ് പറഞ്ഞത്? വൂളാർ, ദാൽ. അത് രണ്ടും ഫ്രഷ് വാട്ടർ ലേക്സ് ആണ്. സോൾട്ട് വാട്ടർ ലേക്സ് ആയിട്ട് പറഞ്ഞ ഏതൊക്കെയാണ്? പാങ്ങോങ്, അതേപോലെ തന്നെ സോ മൊറീറി തുടങ്ങിയ ലേക്സ് ആണ് ലവണജല തടാകം അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ലേക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ദിസ് റീജിയൻ. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ലേക്സ് ഏതെല്ലാമാണ്? ഒന്ന് ദാൽ ലേക്ക്, 2 വൂളാർ ലേക്ക്. കൃത്യമായിട്ട് ഏതൊക്കെ എവിടെയായിട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാശ്മീർ ഹിമാലയൻ റീജിയനിലെ പ്രധാനപ്പെട്ട സോൾട്ട് വാട്ടർ ലേക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പാങ്ങോങ് സോ എന്നറിയപ്പെടുന്ന ഒരു ലേക്ക്, രണ്ടാമതായിട്ട് സോ മൊറീറി എന്നറിയപ്പെടുന്ന ഒരു ലേക്ക്. 2 പ്രധാനപ്പെട്ട സോൾട്ട് വാട്ടർ ലേക്സ് വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തോട് ഒഴുകുന്ന നദികൾ നമുക്ക് പരിചയപ്പെടാം. കാശ്മീർ ഹിമാലയൻ റീജിയൻസിലൂടെ, ഞാൻ നേരത്തെ ചിത്രം നിങ്ങൾ മനസ്സിൽ വരണം. ആ ഭാഗത്തോട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ചോദിച്ചാൽ ഒന്ന് ഇൻഡസ്, സിന്ധു നദി ഒഴുകുന്നുണ്ട് കാശ്മീർ ഹിമാലയത്തിലെ ലഡാക്ക് സസ്കർ റീജിയൻസിനിടയിലൂടെ. രണ്ടാമതായിട്ട് വരുന്ന ആരെല്ലാമാണ്? സിന്ധുവിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ജലം, ചിനാബ് എന്നീ റിവേഴ്സും ഈ കാശ്മീർ ഹിമാലയ റീജിയൻസിലൂടെ ഒഴുകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിന്ധു റിവർ ടിബറ്റിൽ നിന്ന് നേരെ ലഡാക്കിലേക്ക് പ്രവേശിക്കുന്നു. ലഡാക്കിൽ നിന്ന് പിഒകയിലൂടെ കടന്നാണ് അതിങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. കണ്ടോ, കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഒരു റിവർ ആണ് ഇത്, ഇൻഡസ് റിവർ. രണ്ടാമത് ജലം എന്നറിയപ്പെടുന്ന റിവർ, ജലം റിവർ. എന്താണ് ജലം റിവർ? എവിടെയായിട്ട് കാണപ്പെടുന്നു? ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് ജലം റിവർ. 1 സെക്കൻഡ് നോക്കുക. ജലം റിവറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ്. വെരിനാഗ് എന്നറിയപ്പെടുന്ന ഒരു ഗ്ലേഷ്യർ റീജിയനിലാണ് ജലം റിവർ ഉത്ഭവിക്കുന്നത്. അത് നേരെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ബോർഡറിലൂടെ ഒഴുകിയിട്ടാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. 3 ചിനാബ്, അത് ഹിമാചൽ പ്രദേശിലാണ് ഉത്ഭവിക്കുന്നതെങ്കിലും ബാരാലാച്ച എന്നറിയപ്പെടുന്ന പാസിൽ ഉത്ഭവിക്കുന്നതെങ്കിലും നേരെ അത് ജമ്മു കാശ്മീരിലേക്ക് വന്നതിന് ശേഷമാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. സോ അൾട്ടിമേറ്റ്ലി ജലം, ചിനാബ്, സിന്ധു, ഈ 3 റിവേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇതുകൂടാതെ ചെറിയ റിവേഴ്സ് വേറെ ഉണ്ട്. ഇപ്പൊ ന്യൂബ്ര, ഷോക്ക് എന്നറിയപ്പെടുന്ന ഒരു റിവർ, ഇവിടുന്ന് ഷോക്ക് എന്നറിയപ്പെടുന്ന റിവർ വരുന്നുണ്ട്. ഈ ഷോക്കിലേക്കാണ് ന്യൂബ്ര പതിക്കുന്നത്. ഷോക്ക്, ന്യൂബ്ര, പിന്നെ ഗിൽഗിത്ത് എന്ന് പറയുന്ന റിവർ, ദ്രാസ് എന്നറിയപ്പെടുന്ന റിവർ, സുരു എന്നറിയപ്പെടുന്ന റിവർ, അങ്ങനെ ധാരാളം റിവേഴ്സ് ഉണ്ട്. പ്രോമനന്റ് റിവേഴ്സാണ് പറഞ്ഞത്. സിന്ധു, ജലം, ചിനാബ്, അതൊക്കെയാണ് ഈ കാശ്മീർ ഹിമാലയൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാസസ് എന്നറിയപ്പെടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ജലം ഇൻ ദ വാലി, അത് നോക്കുക. ജലം ഇൻ ദ വാലി ഓഫ് കാശ്മീർ ഈസ് സ്റ്റിൽ ഇൻ ഇറ്റ്സ് യൂത്ത് സ്റ്റേജ് ആൻഡ് യെറ്റ് ഫോംസ് മിയാൻഡേഴ്സ്. ജലം നദി കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ യൂത്ത് സ്റ്റേജിലാണ് അത് ഒഴുകുന്നതെന്നാണ് പറയുന്നത്. നദിക്ക് 3 സ്റ്റേജ് ഉണ്ട് അല്ലേ? അതിന്റെ യൂത്ത് സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, പിന്നെ അതിന്റെ ഓൾഡ് സ്റ്റേജ്. നമ്മൾ പറയാറില്ലേ, യുവത്വഘട്ടം, പിന്നെ മധ്യഘട്ടം അല്ലെങ്കിൽ പക്വതയാർന്ന ഘട്ടം, വാർദ്ധക്യഘട്ടം. അതിൽ ഈ മധ്യഘട്ടത്തിലാണ്, പക്വതയാർന്ന ഘട്ടത്തിലാണ് നദികൾ കൂടുതൽ മിയാൻഡേഴ്സ് സൃഷ്ടിക്കുന്നത്. പക്ഷെ ജലം നദി കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ഭാഗത്ത്, പർവ്വതങ്ങളിൽ നിന്ന് പുറത്തു വന്നു കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന സമയത്ത് പോലും അത് യൂത്ത് സ്റ്റേജിലാണ്. അത് ധാരാളമായിട്ട് യൂത്ത് സ്റ്റേജിലാണെങ്കിൽ പോലും അത് മിയാൻഡേഴ്സ് സൃഷ്ടിക്കുന്നുണ്ട്. മെച്യൂർ സ്റ്റേജ് അല്ലെങ്കിൽ മധ്യഘട്ടത്തിലെത്തുമ്പോൾ മിയാൻഡേഴ്സിന്റെ ഫോർമേഷൻ സാധാരണ നദികൾ നടക്കാറുള്ളത്. ജലം നദിയിൽ മാത്രം അതിന്റെ യൂത്ത് സ്റ്റേജിൽ പോലും, യുവത്വഘട്ടത്തിൽ പോലും അത് മിയാൻഡേഴ്സ് സൃഷ്ടിക്കാറുണ്ട്. എ ടിപ്പിക്കൽ ഫീച്ചർ അസോസിയേറ്റഡ് വിത്ത് ദ മെച്യൂർ സ്റ്റേജ് ഇൻ ദ എവല്യൂഷൻ ഓഫ് ഫ്ലൂവിയൽ ലാൻഡ് ഫോം. നദികളുമായി ബന്ധപ്പെട്ട ഭൂരൂപങ്ങളെ പറ്റി പഠിക്കുമ്പോൾ എവിടെയാണ് മെച്യൂർ സ്റ്റേജിൽ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് മിയാൻഡേഴ്സ്. പക്ഷേ ജലം നദി കാശ്മീർ താഴ്വരയിൽ അതിന്റെ യൂത്ത് സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുകയും ആ യൂത്ത് സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ
എവിടെയാണ് ജലം നദി ഇവിടെ ഒഴുകുമ്പോൾ, കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ യൂത്ത് സ്റ്റേജിലൂടെയാണ് ഒഴുകുന്നതെങ്കിൽ പോലും അത് മിയാൻഡേഴ്സ് സൃഷ്ടിക്കുന്നുണ്ട്, അത് വളഞ്ഞു ഒഴുകുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ്, ശ്രീനഗർ. ക്യാപിറ്റൽ സിറ്റി ഓഫ് ജമ്മു കാശ്മീർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ജലം റിവർ. ജലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിന്റെ ഒരു ക്യാപിറ്റൽ സിറ്റി, ജമ്മു കാശ്മീരിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇത് ശ്രീനഗർ എന്നറിയപ്പെടുന്നത്. ഇനി ഫേമസ് പിൽഗ്രിമേജ് പ്ലേസസ്. ഈ ഭാഗത്തെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് പ്ലേസസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വൈഷ്ണോ ദേവി ക്ഷേത്രം, 2 അമർനാഥ് ഗുഹാക്ഷേത്രം, 2 ചരാർ ഇ ഷെരീഫ് എന്നറിയപ്പെടുന്ന ഒരു സൂഫി സെയിന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് സെന്റർ. ഇപ്പൊ വൈഷ്ണോ ദേവി ക്ഷേത്രം, അമർനാഥ് ക്ഷേത്രം, അതേപോലെ തന്നെ ചരാർ ഇ ഷെരീഫ്, ഇതൊക്കെയാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് തീർത്ഥാടന കേന്ദ്രങ്ങൾ. The southernmost part of this region consists of longitudinal valleys known as dunes. നമ്മൾ ഡൂൺസ് പഠിച്ചിട്ടുള്ള ശിവാലിക്കില അല്ലെ? കാശ്മീർ ഹിമാലയത്തിന്റെ താഴെ എന്ത് വരുന്നുണ്ട്? പീർ പാഞ്ചാലിന് ശേഷം എന്ത് വരുന്നുണ്ട്? ഡൂൺസ് വരുന്നുണ്ട്. ജമ്മു ഡൂൺ ആൻഡ് പത്താൻകോട്ട് ഡൂൺ ആർ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ്. ഈ ഭാഗത്തെ കാശ്മീർ ഹിമാലയ റീജിയനിലെ പ്രധാനപ്പെട്ട ഡൂൺസ് ആണ് ജമ്മു ഡൂണും പത്താൻകോട്ട് എന്നറിയപ്പെടുന്ന ഡൂണും. ക്ലിയർ അല്ലേ? അപ്പോ കാശ്മീർ ഹിമാലയം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. രണ്ടാമതായിട്ട് ഹിമാചൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്ക് നമ്മൾ പോവാണ്. ഹിമാചൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയം ഏകദേശം ഈ കാശ്മീർ കഴിഞ്ഞു. നമ്മൾ കാശ്മീർ ഹിമാലയത്തെ പറ്റിയുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞു. ഇവിടെ പറയാം കാശ്മീർ ഹിമാലയം കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമുള്ള ഹിമാലയൻ റേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്തില്ല? ട്രാൻസ് ഹിമാലയസിന് ഇവിടെ ഇല്ല. കാരണം ട്രാൻസ് ഹിമാലയസ് ഈ കാശ്മീർ ഹിമാലയ റീജിയനിലായിരുന്നു. ഇവിടെ ഇനി എന്തേ ഉള്ളൂ? ഹിമാദ്രി. ഒന്നാമതായിട്ട് ഏതാ പറയുന്നത് നമ്മള്? യെസ്, ഹിമാദ്രി. ഈ ഭാഗത്ത് ഹിമാദ്രി വരുന്നുണ്ട്. ഹിമാചൽ എന്നറിയപ്പെടുന്ന റേഞ്ച്, അതിന് വേറൊരു പേരാണ് ഇവിടെ. ഹിമാചൽ എന്നറിയപ്പെടുന്ന റേഞ്ചിന് ഈ ഭാഗത്ത് എത്തുമ്പോൾ മറ്റൊരു പേര് വരും ഹിമാചൽ റേഞ്ചിന്. ഇതാണ് ഹിമാചൽ റേഞ്ച്, ഇതിന് മറ്റൊരു പേരാണ് ഇവിടെ. ഓക്കെ, പിന്നെ ഇത് വരുന്നുണ്ട് ശിവാലിക്സ് എന്നറിയപ്പെടുന്ന റേഞ്ച് വരുന്നുണ്ട്. ശിവാലിക്സ് മൂന്നാമതായിട്ട് ഏത് വരുന്നു? ശിവാലിക്സ് എന്നറിയപ്പെടുന്ന റേഞ്ച് അല്ലേ? അതൊക്കെയാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട മലനിരകൾ എന്ന് പറയുന്നത്. ഇവിടെ ഹിമാദ്രി ഉണ്ട്, പിന്നെന്ത് വരുന്നുണ്ട്? ഹിമാചൽ ഉണ്ട്, 3 ശിവാലിക്സ് ഉണ്ട്. ഹിമാചൽ റേഞ്ചിൽ ഇവിടെ 2 പേരുകളാണ്. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര് തന്നെ ഇത്രയും ഭാഗത്ത്. ഹിമാചൽ പ്രദേശിലെ ഒരു പേര്, ഉത്തരാഖണ്ഡിൽ മറ്റൊരു പേര്. ഹിമാചൽ റേഞ്ചിന് ഹിമാചൽ പ്രദേശിലെ പേര് ദൗലധർ എന്നാണ്, ഉത്തരാഖണ്ഡിലെ പേര് നാഗതിബ എന്നാണ്. ഇവിടെ എന്തായിരുന്നു പേര്? കാശ്മീരിലെ പേര് എന്തായിരുന്നു? പീർ പാഞ്ചാൽ എന്നായിരുന്നു പേര് അല്ലെ? കാശ്മീരിൽ ഹിമാചൽ റേഞ്ച് അറിയപ്പെട്ട പീർ പാഞ്ചാൽ എന്നായിരുന്നു. കാശ്മീർ ഹിമാലയത്തിലുള്ളതുപോലെ ഇവിടെ ട്രാൻസ് ഹിമാലയസ് വരുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട മലനിരകൾ ഏതെല്ലാമായിരുന്നു? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിന്നെ ഇവിടുത്തെ പോലെ ഹിമാദ്രി. ഹിമാചലിന്റെ പേര് പീർ പാഞ്ചാൽ എന്ന പേരാ പറഞ്ഞത്. പിന്നെന്തുണ്ട്? ശിവാലിക്സ് ഉണ്ട്. അതെല്ലാമാണ് കാശ്മീർ ഹിമാലയത്തിൽ വരുന്നത്. ഹിമാദ്രിയും സസ്കറും പറയാതിരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിമാചലും ശിവാലിക്കും പറയാതിരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മലനിരകളുടെ പേര് മാത്രമേ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഈ 3 ട്രാൻസ് ഹിമാലയ റേഞ്ചസ് ഒക്കെ ഒഴിവാക്കാം, ബാക്കി 3 ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹിമാചൽ റേഞ്ചിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കുക, ഹിമാചൽ റേഞ്ച് ലൈസ് അപ്രോക്സിമേറ്റ്ലി ബിറ്റ്വീൻ ദ രവി ഇൻ ദ വെസ്റ്റ്. രവി നദി പടിഞ്ഞാറും, അതുപോലെ തന്നെ ആൻഡ് കാളി എന്ന് പറയുന്നത് ആരുടെ ട്രിബ്യൂട്ടറിയാ? ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി ഉണ്ട്, ഘാഗ്ര, അതിന്റെ ട്രിബ്യൂട്ടറിയാണ് കാളി. അപ്പോ രവി നദിക്കും കാളി നദിക്കും ഇടയ്ക്ക് വരുന്ന ഹിമാലയ ഭാഗത്തെയാണ് നമ്മൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. രവി നദി ഒഴുകുന്നത് നമുക്കറിയാം, ഹിമാചൽ പ്രദേശിലൂടെയാണ് രവി നദി ഒഴുകി പോകുന്നത്. കാളി നദി ഒഴുകുന്നത് ഉത്തരാഖണ്ഡിന്റെ നേപ്പാളിന്റെ ബോർഡറിലൂടെയാ. മനസ്സിലായോ? ഉത്തരാഖണ്ഡ് അപ്പം മൊത്തം കവറായി, ഉത്തരാഖണ്ഡ് മൊത്തം വന്നു, ഹിമാചൽ പ്രദേശും വന്നു. രവി നദിക്കും കാളി നദിക്കും ഇടയ്ക്കുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വരാം. ഇനി നോക്കിയോ, ഇറ്റ് ഈസ് ഡ്രെയിൻഡ് ബൈ 2 മേജർ റിവർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ, ദ ഇൻഡസ് ആൻഡ് ഗംഗ. ഈ ഭാഗം പ്രധാനമായിട്ടും ഡ്രെയിൻ ചെയ്യപ്പെടുന്നത്, ഈ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഭാഗത്തെ ഡ്രെയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 റിവർ സിസ്റ്റംസ് ആണ്. നദി എന്ന് പറയുന്നില്ല, 2 റിവർ സിസ്റ്റംസ് ആണ്. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള രവി, ബിയാസ്, സത്ലജ് ഇവിടെ വരുന്നുണ്ട്. ഇൻഡസ് നേരിട്ട് ഒഴുകിയത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? കാശ്മീർ ഹിമാലയത്തിലൂടെ മാത്രമാണ് ഇൻഡസ് ഡയറക്ട്ലി ഒഴുകുന്നത്. ഇൻഡസിന്റെ 2 ട്രിബ്യൂട്ടറീസ് കാശ്മീർ ഹിമാലയത്തിൽ വരുന്നുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ജലവും ജിനാബും. ഇവിടെ ഇൻഡസിന്റെ 3 ട്രിബ്യൂട്ടറീസ് വരുന്നുണ്ട്. രവിയാണല്ലോ അതിർത്തി, അതുകൊണ്ട് രവിയും അതുപോലെ രവിയും ബിയാസും സത്ലജും വരുന്നുണ്ട്. പിന്നെ ഗംഗാ റിവർ ഈ ഭാഗത്തോട് ഒഴുകുന്നുണ്ട്. കാരണം ഗംഗ ഉത്ഭവിക്കുന്ന ഉത്തരാഖണ്ഡിൽ നിന്നാണ്. നമ്മൾ പഠിക്കുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റിയല്ലേ? സോ ഗംഗ ഉത്ഭവിക്കുന്നുണ്ട്. യമുന ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്നു. സോ യമുന ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടുത്തെ മേജർ റിവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് ഇൻക്ലൂഡ് ദ രവി. ഞാൻ പറഞ്ഞല്ലോ, രവി
നേരിട്ട് സിന്ധു ഒഴുകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ട്രിബ്യൂട്ടറീസേ ഉള്ളൂ. 1 രവി, 2 ബിയാസ്, 3 സത്ലജ്, 3 റിവേഴ്സാണ് വരുന്നത്. ആൻഡ് ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ ഫ്ലോയിങ് ത്രൂ ദിസ് റീജിയൻ ഇൻക്ലൂഡ് ദ യമുന ആൻഡ് ദ ഘാഗ്ര. ഈ ഭാഗത്തോട് ഒഴുകുന്ന ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുനയുണ്ട്, ഘാഗ്രയുണ്ട്. പിന്നെയും വരുന്നുണ്ട് രാംഗംഗ എന്നറിയപ്പെടുന്ന ഒരു റിവർ വരുന്നുണ്ട്, രാംഗംഗ. ഈ ഭാഗത്തോടെ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ് രാംഗംഗ. അപ്പൊ അതിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്താത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട നദികളൊക്കെ മാത്രമാണ് ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിക്കേ, ഈ ഭാഗത്ത് രവി നദിക്കും, മൊത്തം ഒന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. രവി നദിക്കും കാളി നദിക്കും, രവി നദി ഒഴുകുന്ന ഏതാന്ന് നോക്കിക്കേ, രവി നദി. സോ ചിനാബ് കഴിഞ്ഞു, ചിനാബിന് ശേഷം ഇതാണ് രവി നദി. കണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക് കൃത്യമായിട്ട്. രവി നദി വേറൊരു കളർ മാർക്ക് ചെയ്യാം. രവി നദി, രവി നദിക്കും ഇവിടെയാണ് കാളി നദി. കണ്ടോ, ഇങ്ങനെയാണ് കാളി നദി. അപ്പൊ ഞാൻ ഇങ്ങനെ മൊത്തത്തിലൊന്ന് വരച്ചെടുക്കാം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മൊത്തത്തിൽ വരച്ചെടുക്കാം. രവി നദിക്കും അതുപോലെ തന്നെ കാളി നദിക്കും ഇടയ്ക്കുള്ള ഹിമാലയ ഭാഗമാണ്. രവി നദിക്കും കാളി നദിക്കിടയ്ക്കുള്ള ഹിമാലയ ഭാഗമാണ് ഉത്തരാഖണ്ഡ്, ഹിമാചൽ. ഇവിടെ ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്. പിന്നെ ഗംഗാ നദി ഉത്തരാഖണ്ഡിലല്ലേ, ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ ഉത്ഭവിച്ചല്ലേ താഴോട്ട് പോകുന്നത്. യമുനോത്രി ഹിമാനി ഉത്തരാഖണ്ഡിലല്ലേ. അപ്പൊ ഗംഗ യമുനയൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാവേ. അപ്പൊ കാശ്മീർ ഹിമാലയം നിങ്ങൾ കണ്ടോ, ഇതായിരുന്നു കാശ്മീർ ഹിമാലയം അതിർത്തി. ഇത്രയുമാണ് കാശ്മീർ ഹിമാലയം. നമ്മൾ ആദ്യം പഠിച്ചത് കാശ്മീർ ഹിമാലയത്തെ പറ്റിയാ. ഇതൊക്കെ വരച്ചങ്ങ് മാറ്റി. ഈ ബാക്കി നിങ്ങൾ കാണുന്നത് കണ്ടോ, ഈ 2 പ്രദേശങ്ങൾ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇതുണ്ട് രവി നദിയുടെ അതിർത്തി. ഇത് രവി നദിയായിട്ട് കരുതാം. ഇതിങ്ങനെ രവി നദി തൊട്ട് ഇത് ഉത്തരാഖണ്ഡിന് നേപ്പാളിലൂടെ ഒഴുകുന്ന കാളി നദി വരെ. ഇത്രയും ഭാഗമാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ക്ലിയർ ആയോ? അവിടെ വരുന്നത് പ്രധാനപ്പെട്ട 3 മലനിരകൾ വരുന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ ഹിമാദ്രി ഉണ്ട്, ഹിമാചലുണ്ട്, ശിവാലിക്സ് ഉണ്ട്. 3 റേഞ്ചസ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. കാശ്മീർ ഹിമാലയത്തിൽ ഇതിന് കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? കാറക്കോറോ, ലഡാക്ക്, സസ്കറും കൂടെ വരുന്നുണ്ടായിരുന്നു. കാശ്മീർ ഹിമാലയത്തിൽ ലഡാക്ക് എന്ന കോൾഡ് ഡെസേർട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ജമ്മുവിനെ ശ്രീനഗറിലേക്ക് ബന്ധിപ്പിക്കുന്ന ബനിഹൽ ചുരം ഉണ്ടെന്ന് പഠിച്ചു. ശ്രീനഗറിനെ കാർഗിലിലേക്ക് കണക്ട് ചെയ്യുന്ന സോജില ചുരം ഉണ്ടെന്ന് പഠിച്ചു. ഇനി കാർഗിലിനെ ലേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഫോർട്ടുല ചുരം ഉണ്ടെന്ന് പഠിച്ചു. ലേ എന്ന പ്രദേശത്തെ സിയാച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ഖർദുംഗ്ല ചുരം ഉണ്ടെന്ന് പഠിച്ചു. അതെല്ലാം കാശ്മീർ ഹിമാലയത്തിലാണ് പഠിച്ചത്. തീർത്ഥാടന കേന്ദ്രങ്ങൾ അമർനാഥ്, ചരാറി ഷെരീഫ് അല്ലെ, അതെല്ലാം നമ്മൾ പഠിച്ചത് എവിടെയാ? ഈ കാശ്മീർ ഹിമാലയത്തിലാണ്. ഇവിടെ എന്താ പഠിച്ചത്? ഇവിടെ പ്രധാനമായിട്ട് ഇപ്പൊ നദികളുടെ പേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 2 പ്രധാനപ്പെട്ട നദികൾ അല്ലെ, സിന്ധുവിന്റെ പോഷക നദികളായ, ഇൻഡസിന്റെ പോഷക നദികളായ ജലവും ചിനാബും ഒഴുകുന്നുണ്ട് ഈ ഭാഗത്തൂടെ. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയ രവിയും ബിയാസ്, സത്ലജും ഒഴുകുന്നുണ്ട് ഈ ഭാഗത്തൂടെ. പിന്നെ ഇവിടെ ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ഒഴുകുന്നുണ്ട്. ഇവിടെ ആരൊക്കെയായിരുന്നു? ഇൻഡസ് ഫുള്ളി ഈ ഭാഗത്തൂടെ കാശ്മീർ ഹിമാലയത്തിൽ ഒഴുകിയത്. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയ ജലവും ചിനാബും കാശ്മീർ ഹിമാലയത്തിലൂടെ ഒഴുകിയത്. അത്രയും നമ്മൾ പഠിച്ചു. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോ ഇത്രയുമാണ് കാശ്മീർ ഹിമാലയാസ്. ഇത്രയുമാണ് കാശ്മീർ ഹിമാലയാസ്. ഇത്രയുമാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഇത്രയും. ഇനി നേപ്പാൾ നമ്മൾ ഇങ്ങ് വിട്ടു, നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് ഇന്ത്യൻ പാർട്ട് ഓഫ് ഹിമാലയാസ് വെച്ചാണ് നമ്മൾ റീജിയണൽ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അടുത്തത് ഇതാണ് സിക്കിം, ഡാർജിലിംഗ് ഹിമാലയാസ്. ചെറിയൊരു ഭാഗമാണ് സിക്കിം, ഡാർജിലിംഗ് ഹിമാലയാസ്. പിന്നെ വരുന്നുണ്ട് ഭൂട്ടാൻ, അങ്ങ് നമ്മൾ മാറ്റി, വേറെ രാജ്യമാണ്. 4 അരുണാചൽ ഹിമാലയാസ്. 5ാമതായിട്ട് ഇവിടെ വരുന്നു, ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ്. ഇതുണ്ടോ 5 ഡിവിഷൻസ്. ഇതാണ് 1ാമത്തെ ഡിവിഷൻ. നമ്മൾ ഇതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2ാമത്തെ ഡിവിഷൻ. സിക്കിം, ഡാർജിലിംഗ് 3ാമത്തെ ഡിവിഷൻ. ഇത് 4ാമത്തെ ഡിവിഷൻ. ഇത് 5ാമത്തെ ഡിവിഷൻ. അങ്ങനെ 5 പ്രധാനപ്പെട്ട റീജിയണൽ ഡിവിഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നതിനകത്ത് 2ാമത്തെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. The northernmost part of the Himachal Himalayas is an extension of the Ladakh cold desert, which lies in the Spiti subdivision of district Lahul and Spiti. Spiti subdivision of district Lahul and Spiti. എന്താ പറഞ്ഞു നോക്കുന്നത്? നോക്കിക്കോണം. ഇവിടെ ഒരു കോൾഡ് ഡെസേർട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ ഭാഗത്ത് ഒരു കോൾഡ് ഡെസേർട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാണ് കോൾഡ് ഡെസേർട്ടിന്റെ പേര് പറഞ്ഞത്? കാശ്മീർ ഹിമാലയത്തില് ലഡാക്ക് എന്നാ വിളിച്ച്. ഇതിന്റെ എക്സ്റ്റൻഷൻ തന്നെ ഈ ഹിമാചൽ പ്രദേശിലേക്കുണ്ട്. ഈ കോൾഡ് ഡെസേർട്ടിന്റെ എക്സ്റ്റൻഷൻ ഹിമാചൽ പ്രദേശിലൊക്കെ ഉണ്ട്. അത് വരുന്നത് എവിടെയാണ്? ഈ ലാഹുൽ സ്പിതി ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ലഡാക്ക് എന്നറിയപ്പെടുന്ന കോൾഡ് ഡെസേർട്ടിന്റെ എക്സ്റ്റൻഷൻ ഏത് സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്? ഹിമാചൽ പ്രദേശിന്റെ നോർത്ത് സൈഡിലേക്ക് വരുന്നുണ്ട്. അത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്? ലാഹുൽ സ്പിതി ഡിസ്ട്രിക്റ്റിലാണ്. സ്പിതി എന്ന സബ് ഡിവിഷൻ ഒരു മരുഭൂമിയാണ് എന്നാണ് പറയുന്നത്. ലാഹുൽ സ്പിതി ജില്ലയുടെ സ്പിതി എന്ന സബ് ഡിവിഷൻ ലഡാക്ക് എന്ന ശീത മരുഭൂമിയുടെ തുടർച്ചയാണെന്നാണ് പറയപ്പെടുന്നത്.
All the three ranges of Himalayas are prominent in this section. ഇവിടെ 3 പ്രധാനപ്പെട്ട മലനിരകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഹിമാലയത്തിലെ. ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച്, ലെസർ ഹിമാലയൻ റേഞ്ച്, അതുപോലെ തന്നെ ലെസർ ഹിമാലയൻ റേഞ്ചിനെ വിളിക്കുന്ന പേര് കണ്ടോ? ലെസർ ഹിമാലയം എന്ന് വെച്ചാൽ ആരാണ്? ലെസർ ഹിമാലയം എന്ന് വെച്ചാൽ ആരാണ്? ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാചൽ റേഞ്ചാ. അതിനെ ഹിമാചൽ പ്രദേശിൽ ദൗലധർ എന്നും നാഗതിബ എന്ന് ഉത്തരാഖണ്ഡിലും വിളിക്കുന്നു. ഇത് കൂടാതെ എന്തുകൂടെ കാണാൻ സാധിക്കും? അവിടെ ശിവാലിക്കും കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് കാണിച്ചു തന്നത് ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്കും അതിന്റെ എല്ലാ പ്രൗഢിയിലും കാണാൻ സാധിക്കുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാശ്മീർ ഹിമാലയത്തിൽ ഇവരുണ്ടായിരുന്നെങ്കിലും അവർ അത്രയും പ്രോമിനന്റ് ആയി വന്നിട്ടില്ല. അവിടെ ശിവാലിക്സ് ഒക്കെ അങ്ങോട്ട് ഡെവലപ്പിംഗ് സ്റ്റേജിലായിരുന്നു. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ശിവാലിക്സ് റേഞ്ച് ഒക്കെ നല്ല അതിന്റെ പൂർണ്ണ വളർച്ചയെത്തി നമ്മൾ പറയത്തില്ലേ, അത് അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്താനായിട്ട് ഈ ശിവാലിക് റേഞ്ചിനൊക്കെ സാധിച്ചിട്ടുണ്ട്. എവിടെ? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ എത്തിയപ്പോൾ. കാശ്മീർ ഹിമാലയത്തിലൊക്കെ ശിവാലിക്സ് റേഞ്ച് ഒക്കെ ഭയങ്കര ദുർബലമായിരുന്നു. ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട മലനിരയായി മാറി. അത് ഒരു പൂർണ്ണത ആ മലനിരകൾക്കൊക്കെ കൈവന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് നോക്കിക്കോ, ഇവിടെ ഈ ദൗലധർ എന്നറിയപ്പെടുന്നത് ദൗലധർ കേട്ടോ, ഹിമാചൽ പ്രദേശിലെ ഹിമാചൽ റേഞ്ചിന്റെ പേരാണ് ദൗലധർ. നാഗതിബ എന്ന് കണ്ടോ, ഉത്തരാഖണ്ഡിലെ ഹിമാചൽ നിരയെ നമ്മൾ വിളിക്കുന്ന പേരാണിത് നാഗതിബ, മറന്നു പോകരുത്. കാശ്മീരിൽ നമ്മൾ ഇതിനെന്താ വിളിച്ചത്? ഹിമാചൽ റേഞ്ചിനെ പീർ പാഞ്ചാൽ എന്ന് വിളിച്ചു. കണ്ടോ? അപ്പൊ പീർ പാഞ്ചാൽ, ദൗലധർ, നാഗതിബ ഇവിടെ വരെ നമ്മളിപ്പോ കണ്ടു. ഹിമാചൽ റേഞ്ചിന്റെ പല പേരുകൾ കണ്ടു. പീർ പാഞ്ചാൽ, ദൗലധർ, നാഗതിബ. വ്യക്തമാണോ എല്ലാവർക്കും? ഇമ്പോർട്ടന്റ് ഹിൽ സ്റ്റേഷൻസ് ആൻഡ് കന്റോൺമെന്റ് ഹെൽത്ത് റിസോർട്ട്സ് ഇൻ ലെസർ ഹിമാലയാസ് ഓഫ് ദിസ് റേഞ്ച്. അപ്പൊ ലെസർ ഹിമാലയാസിലെ അല്ലെങ്കിൽ ലെസർ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹിമാചൽ ഓർത്തോണം. ലെസർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചലിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസും കന്റോൺമെന്റ് ഹെൽത്ത് റിസോർട്ട്സും പരിചയപ്പെടാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ധർംശാല ഹിമാചൽ പ്രദേശ്, 2 ഷിംല, 3 കസൗനി, 4 മസൂറി, 4 അടുത്തത് കസൗലി, പിന്നെ വരുന്നത് അൽമോറ, ലാൻസ്ഡൌൺ, റാണിഘട്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ റേഞ്ചിൽ വരുന്നത്. അതിനകത്ത് ധർംശാല ഹിമാചൽ പ്രദേശാണ് ഒന്നാമത്തത്, 2 ഷിംല ഹിമാചൽ പ്രദേശാണ്, 3 കസൗലി പഠിച്ചോണം, പുതുതായിട്ട് കേൾക്കുമായിരിക്കും, ഹിമാചൽ പ്രദേശാണ്, 4 മസൂറി സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ഉത്തരാഖണ്ഡാണ്, റാണിഘട്ട് ഉത്തരാഖണ്ഡാണ് വരുന്നത്, റാണിഘട്ട്, അൽമോറ വരുന്നത് ഉത്തരാഖണ്ഡാണ്. അടുത്തത് കസോനി ഉത്തരാഖണ്ഡ്, കസോനി കേട്ടോ, കസോനി ഉത്തരാഖണ്ഡ്, ലാൻസ്ഡൌൺ ഉത്തരാഖണ്ഡ്. ഇത്രയും ടെക്സ്റ്റിനകത്ത് തരുന്നുണ്ട്. ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ്. The 2 distinguishing features of this region are the Shivalik and Dune formation. കണ്ടോ, ശിവാലിക് ആൻഡ് ഡൂൺ ഫോർമേഷൻ ഏറ്റവും പ്രകടമായി കാണപ്പെടുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഹിമാചൽ ഉത്തരാഖണ്ഡ് റീജിയനിലാണ്. കാശ്മീർ ഹിമാലയാസിലും ഡൂൺ ഫോർമേഷൻ ഉണ്ട്. നമ്മളവിടെ ജമ്മു പത്താൻകോട്ട് ഡൂൺ ഉണ്ടെന്ന് പഠിച്ചിരുന്നു. എന്നാലും ഈ ഡൂൺസിന്റെയും ശിവാലിക്സിന്റെയും ഒക്കെ അതിന്റെ പ്രൗഢി ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ പർവ്വതനിരകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് ഹിമാചൽ ഉത്തരാഖണ്ഡ് മേഖലയിലാണ്. പ്രധാനപ്പെട്ട ഡൂൺസ് ഇവിടുത്തെ ഏതൊക്കെയാണ് പരിചയപ്പെടാം. 1 നാലഘട്ട് ഡൂൺ ഹിമാചൽ പ്രദേശിൽ വരുന്നു, 2 ഹരീക്ക് എന്നറിയപ്പെടുന്ന ഡൂണ് ഉത്തരാഖണ്ഡിൽ വരുന്നു, 3 കോട്ട എന്നറിയപ്പെടുന്ന ഡൂണ് അത് ഉത്തരാഖണ്ഡിൽ വരുന്നു. പ്രധാനപ്പെട്ട ഡൂൺ കിടക്കുവാണ് ഡെറാഡൂൺ, വീണ്ടും ഉത്തരാഖണ്ഡ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ദ ഡൂൺസ് വിത്ത് ആൻ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് 35 to 45 കിലോമീറ്റർ ആൻഡ് എ വിഡ്ത്ത് ഓഫ് 22 to 25 കിലോമീറ്റർ. അപ്പൊ ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ. മൊത്തം ഡൂണുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. 35 മുതൽ 45 കിലോമീറ്റർ വരെ വീതിയും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയും നീളവും വീതിയും 35 മുതൽ 45 കിലോമീറ്റർ വരെ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയും ഡെറാഡൂണിനുണ്ട്. ഇൻ ദ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച് ഓഫ് ദിസ് സെക്ഷൻ, ഈ ഭാഗത്തെ ഗ്രേറ്റ് ഹിമാലയത്തിൽ, ഇവിടെ ഗ്രേറ്റ് ഹിമാലയത്തിൽ ആരാണ്? ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്കും ഇവിടെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഹിമാദ്രി എന്നറിയപ്പെടുന്ന സെക്ഷനിനകത്ത് അതിലെ വാലീസില് ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഭോട്ടിയാസ്. അപ്പൊ ഇൻ ദ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച് ഓഫ് ദിസ് സെക്ഷൻ, ഏത് സെക്ഷനാ? ഹിമാചൽ ഉത്തരാഖണ്ഡ് സെക്ഷനിലെ ഹിമാദ്രി റേഞ്ചിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ താഴ്വരകളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഭോട്ടിയാസ്. ദീസ് ആർ നൊമാഡിക് ഗ്രൂപ്സ് ഹു മൈഗ്രേറ്റ് ടു ബുഗ്യാൽസ്, ദ സമ്മർ ഗ്രാസ്ലാൻഡ്സ് ഇൻ ദ ഹയർ റീച്ചസ്. കണ്ടോ, ഈ ഭാഗത്തെ വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽസ്. ദീസ് ആർ നൊമാഡിക് ഗ്രൂപ്സ്. ഒരിടത്ത് സെറ്റിലായി താമസിക്കുന്നവരല്ല, നൊമാഡിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. ഒരു ബുഗ്യാലുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും സമ്മർ സീസണിൽ, ഡ്യൂറിംഗ് സമ്മർ ആൻഡ് റിട്ടേൺ ടു ദ വാലീസ് ഡ്യൂറിംഗ് വിന്റേഴ്സ്. വീണ്ടും താഴ്വരകളിലേക്ക് എപ്പോഴത്തേക്ക് തിരിച്ചെത്തും? വിന്റർ സമയത്ത് ഇവർ താഴ്വരകളിലേക്ക് തിരിച്ചെത്തും. സമ്മർ സമയത്ത് ഇവർ എങ്ങോട്ട് പോകും? ബുഗ്യാലുകളിൽ പോകും. വിന്റർ സമയമാകുമ്പോൾ തിരിച്ച് ഇവരുടെ വാലീസിലേക്ക് താഴ്വരകളിലേക്ക് എത്തും. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയൻ റീജിയനിലെ
താഴ്വരകളിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ആര്? ഭോട്ടിയാസ്. ഈ ഭോട്ടിയാസ് വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാലുകളിലേക്ക് എപ്പോൾ പോവും? സമ്മർ സീസണിൽ പോവും. വിന്റർ സീസണിൽ തിരിച്ച് അവരുടെ വാലീസിലേക്ക് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദ ഫേമസ് വാലി ഓഫ് ഫ്ലവേഴ്സ്. അപ്പോ ഏറ്റവും പ്രസിദ്ധമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു നാഷണൽ പാർക്ക്. ദ ഫേമസ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിലാണ്, അതും ഈ റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ് സച്ച് ആസ് ഗംഗോത്രി. പ്രധാനപ്പെട്ട ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി. 2 യമുനോത്രി, ഇത് 2 ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. 3 കേദർനാഥ് ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. 4 ബദ്രിനാഥ് ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ആൻഡ് ഹേമകുണ്ട് സാഹിബ്, അതും ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ഹേമകുണ്ട് സാഹിബ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ റീജിയനിലാണ്. ഇനി കേദർനാഥ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് മന്ദാകിനി റിവർ. കേദർനാഥ് മന്ദാകിനി നദിയുടെ തീരത്താണ്. അതുപോലെ ബദ്രിനാഥ് അളകന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദ റീജിയൻ ഈസ് ഓൾസോ നോട്ട് ടു ഹാവ് 5 ഫേമസ് പ്രയാഗ്സ്. പഞ്ചപ്രയാഗുകൾ സ്ഥിതി ചെയ്യുന്നതും ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ ഭാഗത്താണ്. എന്തിന്റെ സ്ഥാനമാണ്? പഞ്ചപ്രയാഗുകൾ സ്ഥിതി ചെയ്യുന്നതും ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ ഭാഗത്താണ്. പഞ്ചപ്രയാഗുകൾ ഏതെല്ലാമാണെന്ന് ഒന്നുകൂടെ പഠിച്ചോളുക. പഞ്ചപ്രയാഗുകൾ: 1 വിഷ്ണു പ്രയാഗ്, 2 നന്ദപ്രയാഗ്, 3 കർണപ്രയാഗ്, 4 രുദ്രപ്രയാഗ്, 5 ദേവപ്രയാഗ്. ഈ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭഗീരഥി എന്ന നദിയും ഇനി അളകനന്ദ എന്നറിയപ്പെടുന്ന ഒരു നദിയും കൂടി ചേർന്ന് ഗംഗയായി മാറുന്നത്. അത് ഈ ദേവപ്രയാഗിലാണ്. അപ്പൊ 5 നദീ സംഗമങ്ങൾ നമ്മുടെ പുരാണങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട നദീ സംഗമങ്ങൾ നടക്കുന്നത് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ ഭാഗത്താണ്. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോകുന്നു. ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയ. മൂന്നാമത്തത് ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയാസ്. ദേ ആർ ബോർഡേഡ് ബൈ നേപ്പാൾ ഹിമാലയാസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഭൂട്ടാൻ ഹിമാലയാസ് ഇൻ ദ ഈസ്റ്റ്. അപ്പൊ നേപ്പാൾ ഹിമാലയത്തിനും ഭൂട്ടാൻ ഹിമാലയത്തിനും ഇടയിൽ വരുന്ന ഹിമാലയ ഭാഗത്തെയാണ് നമ്മൾ ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ ബട്ട് എ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് ദ ഹിമാലയാസ്. വളരെ ചെറിയൊരു ഭാഗമാണ്, പക്ഷെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഹിമാലയ ഭാഗമാണ്. ഇവിടുത്തെ പ്രധാന റിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീസ്റ്റയാണ്. നമ്മൾ ഓരോ ഭാഗത്തെ റിവർ പഠിച്ചിരുന്നു. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന റിവേഴ്സ് ഇൻഡസും അതുപോലെ തന്നെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ജലവും ജനാബുമാണ്. പിന്നെ നമ്മൾ ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഭാഗത്തെ ഹിമാലയത്തെ പറ്റി റിവേഴ്സിനെ പറ്റി പഠിച്ചിരുന്നു. അവിടെ പ്രധാനമായിട്ടും വരുന്നത് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള രവി, ബിയാസ്, സത്ലജും ഗംഗയും യമുനയൊക്കെയാണ്. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട റിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീസ്റ്റയാണ്. ഈ ഭാഗത്തെ ഇമ്പോർട്ടന്റ് പീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ആണ്. കൂടുതൽ ഹിൽ സ്റ്റേഷൻസ് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഭാഗത്താണ് നമ്മൾ പഠിച്ചത് അല്ലെ. കൂടുതൽ ഹിൽ സ്റ്റേഷൻസ് പഠിച്ചത് എവിടെയായിരുന്നു? ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഭാഗത്ത്. കുറെ പഠിച്ചില്ല. കസൗനി, കസൂലി, അതുപോലെ തന്നെ ലാൻസ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു അല്ലെ. അപ്പൊ ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഭാഗം എവിടെയാണ് എന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടുകൊള്ളുക. ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഭാഗം എന്ന് പറയുന്നത് ഇത്രയും പോർഷനേ ഉള്ളൂ കേട്ടോ. ഇത്രയും പോർഷൻ മാത്രമാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ എന്നറിയപ്പെടുന്നത്. സോറി, സിക്കിം, ഡാർജിലിംഗ്, ഹിമാലയ. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തണ്ട് സിക്കിം, ഡാർജിലിംഗ്, ഹിമാലയം വരുന്നു. സിക്കിം, ഡാർജിലിംഗ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം നേപ്പാൾ ഹിമാലയവും സിക്കിം, ഡാർജിലിംഗ് ഹിമാലയത്തിന്റെ കിഴക്ക് ഭാഗം ഭൂട്ടാൻ ഹിമാലയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നേപ്പാൾ ഹിമാലയത്തിനും ഭൂട്ടാൻ ഹിമാലയത്തിനും ഇടയ്ക്കാണ് സിക്കിം, ഡാർജിലിംഗ്, ഹിമാലയ ഭാഗം വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സിക്കിം, ഡാർജിലിംഗ്, ഹിമാലയ ഭാഗം. ഇവിടെ കാഞ്ചൻജംഗ എന്നറിയപ്പെടുന്ന ഒരു കൊടുമുടിയുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇവിടുത്തെ ഇത്രയും ഉള്ളൂ സിക്കിം, ഡാർജിലിംഗ്, ഹിമാലയം. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഏകദേശം ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയൊക്കെയാണ് സിക്കിം, ഡാർജിലിംഗ്, ഹിമാലയം വരുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് ടീസ്റ്റ നദി അല്ലെ. ടീസ്റ്റ നദി ഉത്ഭവിക്കുന്നത് ഇവിടുന്നാണ്. ടീസ്റ്റ നദി ഉത്ഭവിക്കുന്നത് സിക്കിമിൽ നിന്നാണ്. നേരെ ഒഴുകി ബംഗ്ലാദേശിൽ വെച്ച് ആരിലേക്ക് കൂടിച്ചേരുന്നു? ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്രയിലേക്ക് കൂടിച്ചേരുന്നു. ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് ഈ പറഞ്ഞിരിക്കുന്ന ടീസ്റ്റ റിവർ, മറക്കണ്ട. ദ ഹയർ റീച്ചസ് ഓഫ് ദിസ് റീജിയൻ ആർ ഇൻഹാബിറ്റഡ് ബൈ ലെച്ച്പ ട്രൈബ്സ്. ഈ ഭാഗത്തെ അത് സിക്കിം, ഡാർജിലിംഗ് മേഖലയിലെ പ്രധാന പ്രദേശങ്ങൾ, ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ അധിവസിക്കുന്ന ഗോത്ര വിഭാഗമാണ് ലെച്ച്പ. നമ്മൾ ഭോട്ടിയ പഠിച്ചിരുന്നു ഉത്തരാഖണ്ഡ്, ഹിമാചൽ ഭാഗത്ത് അല്ലെ. ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഭാഗത്താണ് ഭോട്ടിയാസ് പഠിച്ചത്. ഇവിടെ ലെച്ച്പാസ് ആണ്. ദ ബ്രിട്ടീഷ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ ഫിസിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് മോഡറേറ്റ് സ്ലോപ്പ്. ഇവിടുത്തെ മിതമായ ചെരിവ്, അതുപോലെ തന്നെ തിക് സോയിൽ കവർ, നല്ല കട്ടിയുള്ള മണ്ണിന്റെ ആവരണം, വിത്ത് ഹൈ ഓർഗാനിക് കണ്ടന്റ് കേട്ടോ. ഈ മണ്ണിന്റെ ആവരണം നല്ല ഓർഗാനിക് കണ്ടന്റ് ഉണ്ട്, നല്ല ജൈവാംശമുണ്ട്. ഈ ഓർഗാനിക് കണ്ടന്റ് ഈ ഭാഗത്തെ മണ്ണിന് ജൈവാംശമുണ്ട്. വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് മൈൽഡ് വിന്റേഴ്സ്. നല്ല മഴ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അത്ര ശക്തമല്ലാത്ത തണുപ്പ് കാലം. ഇങ്ങനെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ കൊണ്ട് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ എന്താക്കി മാറ്റി? അവരുടെ തേയില പ്ലാന്റേഷൻസ്, ടീ പ്ലാന്റേഷൻസ് അല്ലെ,
അവരുടെ ടീ പ്ലാന്റേഷൻസ് ആക്കി പതുക്കെ പതുക്കെ ഈ ഭാഗത്തെ കൺവേർട്ട് ചെയ്തെടുത്തു. സിക്കിം, ഡാർജിലിംഗ്, ഹിമാലയം ധാരാളം ഇത്തരത്തിലുള്ള ടീ പ്ലാന്റേഷൻസ് കാണാൻ സാധിക്കുന്ന സ്ഥലമാണ്. ആസ് കമ്പയർഡ് ടു ദ അതർ സെക്ഷൻസ് ഓഫ് ദ ഹിമാലയാസ്, ദീസ് along with അരുണാചൽ ഹിമാലയാസ്, ഹിമാലയത്തിലെ കാശ്മീർ ഹിമാലയ ഭാഗവും നമ്മൾ പഠിച്ച ഹിമാചൽ ഉത്തരാഖണ്ഡ് ഭാഗവും ഒക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പഠിക്കുന്ന സിക്കിം, ഡാർജിലിംഗ് ഹിമാലയത്തിനും അരുണാചൽ ഹിമാലയത്തിലും ഒരു പ്രത്യേകതയുണ്ട്. ആബ്സെൻസ് ഓഫ് ഷിവാലിക് ഫോർമേഷൻസ്. ഇവിടെ ഷിവാലിക് എന്നറിയപ്പെടുന്ന മലനിരകൾ വളരെ 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 ദുർബലമാണ്. വേണമെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഷിവാലിക് എന്നറിയപ്പെടുന്ന മലനിര വളരെ ദുർബല മലനിരകളായി മാറുന്നത് എവിടെ തൊട്ടാണ്? സിക്കിം, ഡാർജിലിംഗ് മേഖല തൊട്ടാണ്. അരുണാചൽ ഹിമാലയത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഷിവാലിക്സ് എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെ ചെറിയ മലനിരകൾ അല്ലെങ്കിൽ ഷിവാലിക് ഫോർമേഷൻസേ അവിടെ ഇല്ല. ഹിമാദ്രിയും ഹിമാചലിയും ഒക്കെ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായോ? അതിനൊരു പേര് കൂടെ പറയുന്നുണ്ട്. ഇൻ പ്ലേസ് ഓഫ് ഷിവാലിക്സ്, ഷിവാലിക്സിന് പകരമായിട്ട് ഈ ഭാഗത്ത് ചെറിയ കുന്നുകളെ, ചെറിയ കുന്നുകളെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് പോലെയുള്ള ചെറിയ മൺകൂനകൾ ചേർന്ന കുന്നുകളെ വിളിക്കുന്ന പേര് അവിടെ ഷിവാലിക്സ് എന്ന് വിളിക്കത്തില്ല. അതിനെ നമ്മൾ ദ്വാർസ് എന്നാണ് വിളിക്കുന്നത്, ദ്വാർ ഫോർമേഷൻ. അപ്പൊ എന്താണ് ദ്വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം, ഡാർജിലിംഗ് ഹിമാലയ ഭാഗം തൊട്ട് അരുണാചൽ ഹിമാലയം വരെ ഷിവാലിക്കിന്റെ അഭാവത്തിൽ അവിടെ കാണപ്പെടുന്ന പുതിയ ഫോർമേഷൻസിന്റെ പേരാണെന്ത്? ദ്വാർ ഫോർമേഷൻസ്. പുതിയ ഫോർമേഷൻസ്, ഷിവാലിക്സ് എന്നറിയപ്പെടുന്ന റേഞ്ചസിന് പകരം അവിടെ കാണപ്പെടുന്ന ഫോർമേഷൻസിന്റെ പേരാണ് ദ്വാർ ഫോർമേഷൻസ്. ദീസ് ആർ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ദ്വാർ ഫോർമേഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തേയില തോട്ടങ്ങളൊക്കെ ധാരാളമായിട്ട് ഈ ദ്വാർ ഫോർമേഷൻസിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഓർഗാനിക് കണ്ടന്റ് ഉള്ള മണ്ണാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ആ പ്രദേശത്തെ അവരുടെ ടീ പ്ലാന്റേഷൻസ് ആക്കി മാറ്റിയത്. നമ്മൾ അടുത്ത ഹിമാലയ റീജൻസിലേക്ക് പോകുന്നു, അരുണാചൽ ഹിമാലയത്തിലേക്ക് പോകുന്നു. സിക്കിം, ഡാർജിലിംഗ് കഴിഞ്ഞാൽ പിന്നെ ഭൂട്ടാൻ ഹിമാലയം വരുന്നുണ്ട്. നമുക്കത് വേണ്ട. അപ്പൊ ദീസ് എക്സ്റ്റെൻഡ് ഫ്രം ദ ഈസ്റ്റ് ഓഫ് ഭൂട്ടാൻ ഹിമാലയസ്. ഭൂട്ടാൻ ഹിമാലയസ് തൊട്ട് തുടങ്ങുന്നു. എവിടം വരെയാണ്? ദിപ്പു പാസ് വരെ. ദിപ്പു എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിന്റെ കിഴക്ക് ഇന്ത്യയുടെയും മ്യാൻമറിന്റെയും ചൈനയുടെ അതിർത്തിയുള്ള ഒരു പാസ, ചുരവ. അവിടം വരെയാണ് ഈ അരുണാചൽ ഹിമാലയാസ് ഉള്ളത്. ദ ജനറൽ ഡയറക്ഷൻ ഓഫ് ദ മൗണ്ടൻ റേഞ്ചസ് ഈസ് ഫ്രം സൗത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനറൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഈ ഒരു ഭാഗത്തെ മലനിരകളുടെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എങ്ങോട്ടാണ്? സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്കാണ്. സൗത്ത് വെസ്റ്റിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? നോർത്ത് ഈസ്റ്റിലേക്ക്. ഇമ്പോർട്ടന്റ് മൗണ്ടൻ പീക്സ് ഓഫ് ദിസ് റീജിയൻ ആർ കങ്തു ആൻഡ് നംചപർവ. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട കൊടുമുടികൾ മൗണ്ടൻ പീക്സ് ആരൊക്കെയാന്ന് വെച്ചാൽ കങ്തു, അതുപോലെ തന്നെ നംചപർവ തുടങ്ങിയവയാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട കൊടുമുടികൾ. നംചപർവ ടിബറ്റ് ആണ്. അപ്പൊ അരുണാചൽ പ്രദേശിന്റെ ആ ഒരു അതിർത്തിയിൽ, ആ ടിബറ്റിന്റെ ബോർഡർ, അരുണാചൽ പ്രദേശിന്റെ ടിബറ്റിന്റെ ബോർഡറിലായിട്ടാണ് ഈ ഒരു നംചപർവയൊക്കെ വരുന്നത്. ബ്രഹ്മപുത്ര is the major important river in this section, flows through a deep gorge after crossing നംചപർവ. നംചപർവയെ മുറിച്ച് കടന്നതിന് ശേഷം വലിയൊരു ഗോർജിലൂടെ, ഒരു ഗിരികന്ധര ഭാഗത്തൂടെയാണ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലൂടെ കടന്നു വരുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള വാലീസ്, ഇങ്ങനെ ചെങ്കുത്തായിട്ടുള്ള മലനിരകളുടെ ചെരിവുകളോടുകൂടിയ വാലീസിനായിട്ട് ഗോർജസ് എന്ന് വിളിക്കുന്നത്. നംചപർവയ്ക്ക് ശേഷം വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു ഗോർജ് സൃഷ്ടിച്ചതിന് ശേഷമാണ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലൂടെ കടന്നു വരുന്നത്. Some of the important rivers are the കാമങ്. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ് ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. അതേ നോക്കുക, കാമങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ് എന്നറിയപ്പെടുന്നത്. എത്നിക് ട്രൈബൽ കമ്മ്യൂണിറ്റി ഇൻഹാബിറ്റിംഗ് ഇൻ ദീസ് ഏരിയാസ്. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട എത്നിക് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഈ ഭാഗത്ത് കുറെ വർഷങ്ങളായിട്ട് അധിവസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് മോൻപ, അബോറ്, മിഷ്മി, നൈഷി ആൻഡ് നാഗാസ്. മോസ്റ്റ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റീസ് പ്രാക്ടീസ്, നമ്മുടെ ചോദ്യം, നമ്മുടെ ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞ ചോദ്യം, മോസ്റ്റ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റീസ് പ്രാക്ടീസ് ജുമ്മിങ്. നമ്മൾ പറഞ്ഞായിരുന്നു അരുണാചൽ പ്രദേശിൽ കുറെ ഗോത്ര വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവരനുവർത്തിക്കുന്ന കൃഷിരീതിയാണ് ജുമ്മിങ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ജുമ്മിങ് കൃഷി അനുവർത്തിക്കുന്ന ഹിമാലയ ഭാഗം ഏതാണെന്ന് ചോദിച്ചത്. അരുണാചൽ ഹിമാലയക്കാരാണ് ഇവരെല്ലാം, അല്ലെ? മോൻപയും അബോറും മിഷ്മിയും നാഗാസും എല്ലാം അരുണാചൽ ഹിമാലയക്കാരാണ്. അവർ അനുവർത്തിക്കുന്ന കൃഷിരീതിയാണ് എന്ത്? ജുമ്മിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷിഫ്റ്റിംഗ് ഓർ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. ഇതിനെ ഷിഫ്റ്റിംഗ്, സ്ഥാനാന്തര കൃഷി എന്നോ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നോ ഈ പറഞ്ഞ കൃഷിരീതിയെ വിളിക്കുന്നു. ഏത് കൃഷിരീതി? ജുമ്മിങ് കൃഷിരീതിയെ വിളിക്കുന്നു. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജുമ്മിങ് കൃഷി എന്നുള്ളത്, അല്ലെ? നമ്മൾ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നു, അവിടെ കൃഷി ചെയ്ത് വിളവെടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കൂടെ അവിടെ വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ച് അത് ചാരമാക്കി ഇടുന്നു, അല്ലെ? പിന്നീട് ആ പ്രദേശം ഉപേക്ഷിക്കുന്നു, കുറച്ച് നാൾ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുന്നു, വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഈ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുന്നു. ഈ വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ച് ചാരമായി കിടക്കുന്ന പ്രദേശങ്ങൾ കുറെ നാള് അവിടെ കിടന്ന് മണ്ണുമായിട്ട് കൂടിക്കലർന്നത് ഫലഭൂഷ്ടമായി മാറുന്നു.
അവിടെ കൃഷി ചെയ്ത് കൂടുതൽ വിളവെടുക്കുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പല സമയത്തായിട്ട് പോയി ചെയ്യുന്ന കൃഷിനെയാണ് നമ്മൾ ഈ ജുമ്മിങ് കൃഷി എന്ന് വിളിക്കുന്നത്. ഇതിന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, കേട്ടോ, സ്ഥാനാന്തര കൃഷി എന്നോ വെട്ടിച്ചൂട്ട് കൃഷി എന്ന് വിളിക്കുന്നു. ഈ സ്ലാഷ് ആൻഡ് ബേൺ എന്ന് വെച്ചാൽ വെട്ടിച്ചൂട്ട് കൃഷി എന്നാണ്, കേട്ടോ, വെട്ടിച്ചൂട്ട് കൃഷി എന്നതിനെ വിളിക്കുന്നു. ഡ്യൂ ടു റഗ്ഡ് ടോപ്പോഗ്രഫി, ഒരു വളരെ റഗ്ഡ് ആയിട്ടുള്ള ഒരു ഉപരിതലമാണ് ഇവിടെ ഉള്ളത്. ഒരേ നിരപ്പല്ല, ഉയർച്ചയും താഴ്ചയൊക്കെ ചേർന്നൊരു വളരെ റഗ്ഡ് ആയിട്ടൊരു ടോപ്പോഗ്രഫി ഇവിടെ ഉള്ളത്. ദി ഇന്റർവാലി ട്രാൻസ്പോർട്ടേഷൻ ലിങ്കേജസ് ആർ ഇവിടെ നോമിനൽ. ഈ ഭാഗത്ത് വാലികളെ തമ്മിൽ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നദികളിലൂടെയുള്ള ഈ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈ ഭാഗത്ത് നടക്കാനേ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നു, ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ്. നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പർവ്വത നിരകളെ ചേരുന്ന ഹിമാലയ ഭാഗത്തെയാണ് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് എന്ന് വിളിക്കുന്നത്. ജനറൽ അലൈൻമെന്റ് ഓഫ് ദിസ് പാർട്ട് ഈസ് ഫ്രം ദ നോർത്ത് ടു സൗത്ത്, കേട്ടോ, മുകളിൽ നിന്ന് താഴേക്ക്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന രീതിയിലാണ് ഇവിടുത്തെ പർവ്വത നിരകളുടെ സ്ഥാനം. ദേ ആർ നോൺ ബൈ ഡിഫറെന്റ് ലോക്കൽ നെയിംസ്. ഇവിടുത്തെ പർവ്വത നിരകൾക്ക് ധാരാളം റീജിയണൽ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. ഇൻ ദ നോർത്ത് ദേ ആർ നോൺ ആസ് പത്കായ് ബും. നോർത്തിൽ ഇവർ അറിയപ്പെടുന്ന പേര് പത്കായ് ബും എന്നാണ്, അരുണാചൽ പ്രദേശിന്റെ ഭാഗത്ത്. നാഗ ഹിൽസ് എന്നറിയപ്പെടുന്നു പിന്നീട് നാഗാലാൻഡിന്റെ ഭാഗത്ത്. മണിപ്പൂർ ഹിൽസ് എന്നറിയപ്പെടുന്നു മണിപ്പൂരിന്റെ ഭാഗത്ത്. ആൻഡ് മീസോ ആൻഡ് ലൂഷ ഹിൽസ് എന്നറിയപ്പെടുന്നു മിസോറാമിന്റെ ഭാഗത്ത്. ദീസ് ആർ ലോ ഹിൽസ്, ഒത്തിരി ഉയരമുള്ള കുന്നുകളല്ല. ദീസ് ആർ ലോ ഹിൽസ് ഇൻഹാബിറ്റഡ് ബൈ ന്യൂമറസ് ട്രൈബൽ ഗ്രൂപ്പ്സ് പ്രാക്ടീസിങ് ജൂം കൾട്ടിവേഷൻ. കേട്ടോ, ഈ ഭാഗത്തുള്ള ആളുകളും, അതായത് ഈ പൂർവാചലുള്ള ആളുകളും ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. ഇവരും ജുമ്മിങ് കൃഷി അനുവർത്തിക്കുന്നവരാണ്, ജുമ്മിങ് കൾട്ടിവേഷൻ അനുവർത്തിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് അരുണാചൽ ഹിമാലയത്തിലുള്ള ആളുകളാണ് ജുമ്മിങ് കൃഷി അനുവർത്തിക്കുന്നത്. ഇവർ രണ്ടുപേരും ചെയ്യുന്നതാണ്. ഓപ്ഷനിൽ രണ്ടുപേരും കൂടെ വരാൻ ചാൻസ് ഇല്ല, രണ്ട് ഹിമാലയം ചോദിക്കാൻ ചാൻസ് ഇല്ല. കൂടുതലും പലയിടങ്ങളിലായി കണ്ടിട്ടുള്ളത് അരുണാചൽ ഹിമാലയമാണ്. കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ജുമ്മിങ് കൃഷി അനുവർത്തിക്കുന്ന ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ അരുണാചൽ ഹിമാലയത്തിൽ അധിവസിക്കുന്ന ആളുകൾ എന്ന് വേണം കൃത്യമായിട്ട് പറയാൻ. അപ്പൊ നോക്കി, ഇതാണ് നമ്മുടെ ഈ ലാസ്റ്റ് ഭാഗം, കേട്ടോ. ഈസ്റ്റേൺ ഹിൽസ്, പത്കായി, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ് വരുന്നുണ്ട്, പിന്നെ ഖാസിയും ഗാരോയും ജയന്തി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ലാസ്റ്റ് പോർഷൻ. ഏതാണ്? ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്ന പോർഷൻ. അപ്പേ ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. കാശ്മീർ താഴ്വരയിൽ മാത്രമായി കാണപ്പെടുന്ന ലാക്കസ്ട്രൈൻ ഡെപ്പോസിറ്റ്സ് ഏതാണ്? കാശ്മീർ താഴ്വരയിൽ മാത്രമായി കാണപ്പെടുന്ന ലാക്കസ്ട്രൈൻ ഡെപ്പോസിറ്റ്സ് അതിനെന്താ വിളിക്കുന്നത്? കരേവ എന്നാണ് വിളിക്കുന്നത്. എന്താണ് കരേവയുടെ പ്രത്യേകത പറഞ്ഞത്? കരേവ എന്താണെന്ന് പറയാമോ? കുങ്കുമത്തിന്റെ കൃഷിക്ക്, കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനുമാണ് ഇത് കരേവ. എക്കൽ മണ്ണും ഗ്ലേഷ്യേഴ്സ് കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ്സും, ഗ്ലേഷ്യർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സും എല്ലാം കൂടെ കൂടിക്കലർന്നാണ് കരേവാസ് ഫോം ചെയ്യുന്നത്. എക്കൽ മണ്ണും ഹിമാലയങ്ങൾ കൊണ്ടുവരുന്ന അവസാദങ്ങളും എല്ലാം കൂടെ കൂടിക്കലർന്നാണ് ഈ പറഞ്ഞ കരേവ ഫോം ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏതാണ് ശരി? ഇത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്നു, കാശ്മീർ വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിൽ കാണപ്പെടുന്നു, ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ കാണപ്പെടുന്നു. എവിടെയാണ്? രണ്ടിൽ മാത്രമല്ലേ? ഓക്കെ, ബി, രണ്ട് മാത്രം ശരി. കാശ്മീർ വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിൽ മാത്രം ഈ കരേവാസ് കാണപ്പെടുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദ്യമാണ്. മൂന്നാമതൊരു ചോദ്യം, ശരിയായ ചേരുപടി കണ്ടെത്തുക. ബെനിഹൽ ചുരം പീർപാഞ്ചാലിലാണ്, ശരിയാണോ? ശരിയാണ്. ബെനിഹൽ ചുരം പീർപാഞ്ചാലിലാണ്, ജമ്മുവിനെ ശ്രീനഗറിലേക്ക് ബന്ധിപ്പിക്കുന്നു. രണ്ട്, സോജില ചുരം ഗ്രേറ്റ് ഹിമാലയത്തിലാണ്, ശരിയാണ്. സോജില ചുരം എവിടുന്ന് ആരെ ബന്ധിപ്പിക്കുന്നു? സോജില ചുരം ശ്രീനഗറിനെ കാർഗിലേക്ക് ബന്ധിപ്പിക്കുന്നു, കാർഗിലേക്ക്. മൂന്ന്, ഫോർട്ടില ചുരം സസ്കർ നിരയിലാണോ? ഫോർട്ടില ചുരം സസ്കർ നിര ശരിയാണ്. ബന്ധിപ്പിക്കുന്നത് കാർഗിൽ മുതൽ ലേ വരെയാണ് ഈ ഫോർട്ടില ചുരം ബന്ധിപ്പിക്കുന്നത്. ഖർദുംഗ്ല ചുരം ലഡാക്ക് നിരയിലാണ്, ശരിയാണോ? ശരിയാണ്. ഖർദുംഗ്ല ചുരം ലേ മുതൽ സിയാച്ചിൻ അല്ലെങ്കിൽ നൂബ്ര താഴ്വരയാണ് ബന്ധിപ്പിക്കുന്നത്. 1, 2, 3, 4 ശരി എന്നുള്ള ഓപ്ഷൻ ഡി ആണ്, കണ്ടോ. 1, 2, 3, 4 ശരി. ഇനി ജുമ്മിങ് കൃഷി പിന്തുടരുന്ന ഹിമാലയ വിഭാഗം ഏത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, സിക്കിം ഡാർജിലിംഗ് ഹിമാലയം, അരുണാചൽ ഹിമാലയം. നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ചോദ്യമാണ്. ആൻസർ ഏതാണ്? ജുമ്മിങ് കൃഷി പിന്തുടരുന്ന ഹിമാലയ വിഭാഗം ചോദിച്ചാൽ അരുണാചൽ ഹിമാലയം. ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിഴക്കൻ ഹിമാലയം, കേട്ടോ. കിഴക്കൻ ഹിമാലയം, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള ആ കിഴക്കൻ ഹിമാലയ ഭാഗം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, നോർത്തേൺ മൗണ്ടൻസ് എന്ന ടോപ്പിക്കിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മുടെ +1 ടെക്സ്റ്റിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ മറ്റു പാഠപുസ്തകങ്ങളിലൊക്കെ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് റീജിയണൽ ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന പുതിയൊരു തരം ഡിവിഷനിങ് ആണ് നമ്മളിവിടെ ഹിമാലയത്തെ പറ്റി കണ്ടിട്ടുള്ളത്. ആദ്യത്തെ ഡിവിഷൻ കാശ്മീർ ഹിമാലയത്തെ പറ്റിയായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം ഉൾപ്പെടുന്ന ഭാഗത്തെ ഹിമാലയ ഭാഗം. അവിടെ മറ്റ് ഹിമാലയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഉള്ളത് ട്രാൻസ് ഹിമാലയത്തിന്റെ സവിശേഷതയാണ്. ട്രാൻസ് ഹിമാലയം അവിടെ ഉള്ളത് എന്നുള്ളതാണ് ആ കാശ്മീർ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അവിടെ എന്തുണ്ട്?
അവിടെ ഈ നമ്മൾ ഈ പറഞ്ഞ കാശ്മീർ ഹിമാലയത്തിൽ ലഡാക്ക് എന്നറിയപ്പെടുന്ന ഒരു കോൾഡ് ഡെസേർട്ട് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അവിടെ ധാരാളം സുഖവാസ കേന്ദ്രങ്ങളും ചുരങ്ങളും ഉണ്ടെന്ന് പഠിച്ചു. ക്ലിയർ അല്ലേ? അതിനുശേഷം ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്ക് വന്നു. കാശ്മീരിന് ശേഷമുള്ള ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, രവി നദി തൊട്ട് കാളി നദി വരെ അതിർത്തിയായി വരുന്ന ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. അവിടെ ഗംഗാ റിവർ ഉണ്ടെന്ന് പഠിച്ചു, യമുന ഉണ്ടെന്ന് പഠിച്ചു, ഇൻഡസിന്റെ പോഷക നദികൾ ധാരാളം ഉണ്ടെന്ന് പഠിച്ചു. ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്കും ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് കാണുന്ന അവിടാണെന്ന് പഠിച്ചു. ഏറ്റവും കൂടുതൽ സുഖവാസ കേന്ദ്രങ്ങളുള്ളത് അവിടാണെന്ന് പഠിച്ചു. ഡെറാഡൂൺ ഉൾപ്പെടെയുള്ള ധാരാളം ഡൂണുകളുടെ ഫോർമേഷൻ നടക്കുന്ന അവിടാണെന്ന് പഠിച്ചു. മൂന്നാമത് എന്ത് പഠിച്ചു? സിക്കിം ഡാർജിലിംഗ് ഹിമാലയം പഠിച്ചു. ചെറിയൊരു ഭാഗമാണെന്ന് പഠിച്ചു. അവിടെ കാഞ്ചൻജംഗയും ടീസ്റ്റേം ഉണ്ടെന്ന് പഠിച്ചു. ആ ഭാഗത്ത് സിക്കിം ഡാർജിലിംഗ് ഭാഗത്ത്. ഇവിടെ തൊട്ട് അങ്ങോട്ട് ശിവാലിക്സിന് അഭാവം ഉണ്ടെന്ന് പഠിച്ചു. അരുണാചൽ ഹിമാലയം വരെ ശിവാലിക്കിനി വളരെ ഒരു മൈൽഡ് ആയിട്ടുള്ള മലനിരയായിട്ട് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ ദ്വാർസ് എന്നാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്താണ് നമ്മൾ പഠിച്ചത് ഈ ക്ലാസിന്റെ അവസാന ഭാഗത്ത്? അവിടെ അരുണാചൽ ഹിമാലയത്തെ പറ്റി നമ്മൾ പഠിച്ചു. അരുണാചൽ ഹിമാലയത്തിൽ ധാരാളം ഗോത്ര വിഭാഗങ്ങളുണ്ടെന്ന് പഠിച്ചു. അരുണാചൽ ഹിമാലയത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്ന പഠിച്ചു. അവിടെയാണ് അവർ ജുമ്മിങ് കൾട്ടിവേഷൻ പിന്തുടരുന്നത്. കൂടുതൽ ആളുകൾ അബൂറും മിഷ്മിയും ഒക്കെ ഉള്ളത്, നൈഷിയും ഒക്കെ ഉള്ളത് അരുണാചൽ ഹിമാലയത്തിലാണെന്ന് പഠിച്ചു. അവസാനം നമ്മൾ കിഴക്കൻ കുന്നുകൾ ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് വന്നു. കിഴക്കൻ കുന്നുകൾ അവരുടെ ജനറൽ എലവേഷൻ താഴേക്കാണ്. പത്കായ്, നാഗ, മീസോ എന്നറിയപ്പെടുന്ന കുന്നുകളാണ് അവിടെ കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇത്രയുമൊക്കെയാണ് നമ്മൾ റീജിയണൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നോർത്തേൺ മൗണ്ടൈൻസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉണ്ടായിരുന്നത്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത SCRT പാഠപുസ്തകങ്ങൾക്കകത്തൊന്നും നമ്മൾ ഇതുവരെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ലാത്ത ഏരിയാസ് നമുക്കിവിടെ ക്ലാസ് ആയിട്ട് കവർ ചെയ്യാം. നിങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, വരുന്ന ക്ലാസ്സുകൾ കാണുക. ഡിഗ്രിയുടെ പരീക്ഷകൾക്ക് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല പരീക്ഷ കിട്ടട്ടെ, നല്ലൊരു എക്സാം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് കിട്ടാവുന്ന, കേരളത്തിൽ കിട്ടാവുന്ന ഒരു PSC എക്സാം എഴുതി കിട്ടാവുന്ന ഏറ്റവും മികച്ച ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.